ഗുഡ് ഈവനിങ് ഡിയേഴ്സ്. എന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയണേ. യെസ്, നോ, യെസ്. യെസ്. ഓക്കേ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണോ? ഇവിടെ എന്നെ ആദ്യമായിട്ട് പങ്കെടുക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ജസീന മാം, നമ്മളുടെ ജസീന മാം അല്ലേ? അല്ല. അല്ല, വേറെ ജസീന മാം ആണ്. ഓക്കെ, പറയൂ. പേര് ജസീന എന്നാണ്. എവിടെയാ സ്ഥലം? തൃശ്ശൂരാണ്, ഇപ്പൊ ദുബായിലാണ്. ഓക്കെ. ആദ്യമായിട്ടാണോ സെഷനിൽ നമ്മുടെ? ഇല്ല, ഫസ്റ്റില് ജോയിൻ ചെയ്തിരുന്നു, ലാസ്റ്റ് സെഷൻ ജോയിൻ ചെയ്തിട്ടില്ല. ഓ, ഓക്കെ, ഓക്കെ. നൈസ്, നൈസ്. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മളുടെ സെഷൻ സ്ലോലി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താലോ? ഏതായാലും 8:03 ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സെഷനിലേക്ക് ചെറിയ അങ്ങോട്ട് കിടക്കാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സെഷൻ ഓൺ വാട്ട് ടോപ്പിക് എന്തായിരുന്നു? ആര് പറയും? സൈലൻസ് ഇസ് സ്ട്രെങ്ത് ഓർ വീക്ക്നെസ്. എന്താ പറയണ്ടേ? സൈലൻസസ് സ്ട്രെങ്ത് ഓർ വീക്ക്നെസ്. വീക്ക്നെസ്. അപ്പൊ പോസ്റ്റർ എല്ലാവരും കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. ജസ്റ്റ് അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. സോ നമ്മൾ ഇന്ന് ഇവിടെ ഈ സൈലൻസ് എന്ന് പറയുന്ന ഒരാളെ കീറി മുറിച്ച് അടികൂടി ഇത് എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാനല്ല. അതായത് സൈലൻസ് സ്ട്രോങ് ആണോ, സൈലൻസ് വീക്ക് ആണോ എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താ സംഭവം എന്നറിയോ? ഈ സൈലൻസ് എന്ന് പറയുന്നത് ഒരു ഇരുതല മൂർച്ചയുള്ള വാള് പോലെയാണ്. ഓക്കെ. ഇതേ സൈലൻസ് ഒരാളെ ഹീൽ ചെയ്യാനുള്ള പവറും ഉണ്ട്. അതേപോലെ അതേ സൈലൻസിനെ ഒരാളെ കംപ്ലീറ്റ് ആയിട്ട് ഹേർട്ട് ചെയ്യാനുള്ള പവറും ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ആ സൈലൻസിനെ ഒന്ന് ടോട്ടലായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വിചാരിച്ച് ഈ ഒരു സെഷൻ കയ്യലോട് കൂടിയിട്ട് ഞാൻ ഇനി സൈലൻസിൽ ഇരിക്കേയില്ല, എനിക്ക് സൈലൻസ് തീരെ ഇഷ്ടമല്ല, അങ്ങനെയും ആവാൻ പാടില്ല. നെക്സ്റ്റ് തിങ് ഇസ് സൈലൻസിലാണ് ഏറ്റവും സുഖം, ഞാൻ ഇനി അങ്ങോട്ട് ഫുള്ളി സൈലൻസിലേക്ക് പോവാണ്, അങ്ങനെയും വിചാരിക്കരുത്. ദിസ് ഈസ് എ സെഷൻ where you're going to understand the power of silence. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ സൈലൻസ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ആണോ ചെയ്തിട്ടുള്ളത്, അതോ നിങ്ങളെ ഇങ്ങനെ ഒരു ഹൈഡിങ്ങിലേക്ക് മാറ്റുകയാണോ ചെയ്തത്, സപ്രഷനിലേക്ക് മാറ്റുകയാണോ ചെയ്തത്? ആരെങ്കിലും ഒരാള്? സപ്രഷൻ. സപ്രഷനിലേക്കാ മാറ്റിയിട്ടുള്ളത് അല്ലേ? ഓക്കെ, നൈസ്. അപ്പോൾ ഞാൻ കാര്യം ചെയ്യട്ടെ. ഞാനിപ്പോ നിങ്ങളോട് സൈലൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലേക്ക് ഓടി വരുന്നത്? ഏത് ഇമോഷൻ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? ഇപ്പൊ ഞാൻ പറയാം, നിങ്ങളിപ്പോ എന്നോട് സൈലൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ ഓർമ്മ വരുന്നതെന്നറിയോ? ഞാൻ എന്നെ ഒന്ന് സ്പോട്ട്ലൈറ്റ് ഇട്ടോട്ടെ. ഓക്കെ. സൈലൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ടീച്ചറെയാണ്. നിങ്ങൾക്കും അങ്ങനെയാണോ? നമ്മളെ ചെറുപ്പത്തിൽ നമ്മുടെ ടീച്ചറാണ് വന്നിട്ട് നമ്മളോട് സൈലൻസ്, ഇതെന്താ ഫിഷ് മാർക്കറ്റോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ സൈലൻസ് എന്ന് പറയുന്നത്, എനിക്കൊക്കെ ആ ടീച്ചറെ ഓർമ്മ വരിക. ഓ, നമ്മുടെ മറിയം നിസാർ, കണ്ടോ, പേരടക്കം എനിക്ക് ഓർമ്മയുണ്ട്. ആ ടീച്ചറാണ് എന്നോട് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ നമ്മളെ ക്ലാസ്സിനോട് ഏറ്റവും കൂടുതൽ സൈലൻസ് എന്ന് പറഞ്ഞ ടീച്ചർ. അപ്പൊ ഇത്രയും കാലമായിട്ട് ഞാൻ ആ ടീച്ചറെ ഓർത്ത് വെക്കുന്നുണ്ട്. അപ്പൊ സൈലൻസിന്റെ പവർ എത്രയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ഒന്നൊന്നര സൈലൻസ് ആയിരുന്നു. അപ്പൊ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് അതാ ഓർമ്മ വരുന്നത്. നിങ്ങളോട് ഞാൻ സൈലൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഒന്ന് ചിന്തിച്ചിട്ടൊന്ന് നോക്കിയേ, നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? പേടിയാണോ, റെസ്പെക്റ്റ് ആണോ, ദേഷ്യമാണോ, അതോ ഇതേപോലത്തെ എന്തെങ്കിലും ഇൻസിഡന്റ് ആണോ? എന്താ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് സൈലൻസ് എന്ന് കേൾക്കുമ്പോ? ഇന്ററാക്റ്റീവ് സെഷൻ ആട്ടോ, എല്ലാവർക്കും സംസാരിക്കാം, പറഞ്ഞോളൂ. എനിക്ക് ദേഷ്യം വരെ. സൈലൻസ് എന്ന് കേൾക്കുമ്പോൾ ദേഷ്യ വരാം. ഓക്കെ, വേറെ ആരെങ്കിലും? യെസ്. എന്താ നിങ്ങൾക്ക് തോന്നുന്നത് സൈലൻസ് എന്ന് കേൾക്കുമ്പോ? ചില ആൾക്കാരുണ്ട് കേട്ടോ, സൈലൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇങ്ങനെ ഭയങ്കര ആശ്വാസം ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത് സൈലൻസ് എന്ന് കേൾക്കുമ്പോ? പറയൂ. ഷട്ട് ഡൗൺ ആവുന്ന മാതിരി, ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. ഓക്കെ, അങ്ങനെയാ തോന്നുന്നത്. ഓക്കെ, ഫൈൻ.
അപ്പൊ രണ്ടുപേർ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തോ പറയാനുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ സൈലന്റ് ആയിരുന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തോ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ നിങ്ങളത് സൈലന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. എപ്പോ? ഓൾവേസ് ആണോ? എപ്പോഴെങ്കിലൊക്കെ ആണോ? കൊടുക്കല്ലേ കൊടുത്തോട്ടെ. അത് ബാങ്ക് കൊടുത്താ ഞാൻ വരാം. ആരാണ് ഇത്? നമുക്ക് ബാങ്ക് ഇപ്പൊ പല സ്ഥലത്തും പല ടൈമിങ്ങിലായതുകൊണ്ട് എനിക്ക് ഇവിടെ 8:22 അതുകൊണ്ടാണ്. ചില സ്ഥലത്തൊക്കെ ബാങ്ക് ഐ തിങ്ക് ഇറ്റ് ഇസ് ഏർലി അല്ലേ? ഓക്കെ, ടെൽ മീ, എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടും സൈലന്റ് ആയി ഇരുന്നിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഇരുന്നിട്ടുണ്ടോ? അതോ എപ്പോഴും അങ്ങനെയാണോ? രണ്ട് സംഭവം ഞാൻ ചോദിച്ചത്. നിങ്ങൾ എപ്പോഴും അങ്ങനെയാണോ അതോ എപ്പോഴെങ്കിലും അങ്ങനെയാണോ? മെജോറിറ്റി അങ്ങനെയാണ്. മെജോറിറ്റി അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ സൈലൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഭയങ്കര, ഞാൻ ഉള്ളത് പറയാം. ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. എനിക്ക് ചെറുപ്പത്തിൽ കിട്ടിയ ഒരു ട്രെയിനിങ് എന്നൊക്കെ ആയിരിക്കാം. എനിക്ക് ഈ സൈലൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു വീക്ക്നെസ് ആയിട്ടും ഭയങ്കര ഒരു ഇതൊക്കെ ആയിട്ട് തന്നെയാണ് ഇരുന്നത്. പക്ഷേ ഞാൻ ഒരു കോഴ്സിലൊക്കെ ജോയിൻ ചെയ്തു. നമ്മളെ മെൻറ്റർ ഉണ്ട്. ഒരു ദിവസം പറയുന്നു, ഡു യു നോ ദ പവർ ഓഫ് സൈലൻസ്? ഞാൻ പറഞ്ഞു, അയ്യേ, പവറാ സൈലൻസിനാ? സൈലൻസിനും പവർ ഉണ്ടോ? പൊതുവെ സൈലൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് പവർ ഇല്ലാത്തപ്പോഴാണ് നമ്മൾ പൊതുവെ സൈലൻസ് ആവുന്നത് അല്ലേ? ലക്ഷ്മിൻ്റെതോ? എന്ത് ലക്ഷ്മിയില്ല, പവർ അതെടുത്തോ? ഇല്ലാത്തതാണ്? അല്ല, ആരാണ്? അറിയില്ലേ? ഒന്ന് മ്യൂട്ട് ചെയ്യണേ. നമുക്ക് സംസാരിക്കുമ്പോൾ ഉത്തരം പറയുമ്പോൾ മാത്രം നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. അതർവൈസ് ഇറ്റ് വിൽ ബി എ ഡിസ്കണക്ഷൻ ഫീൽ ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ അന്ന് അറിയുന്നേ, ഞാൻ ഇത്രയും വർഷമായിട്ട് ഇതൊരു വീക്ക്നെസ് ആണെന്ന് വിചാരിച്ചൊരു സംഭവത്തിന് എന്തോ ഒരു പവർ ഉണ്ട് എന്ന്. അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ഇതേ സൈലൻസിന് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. മനസ്സിലായോ? സൈലൻസ് 2 ടൈപ്പ് ഉണ്ട്. എന്താണത്? ആദ്യത്തെ ടൈപ്പ് എംപവേർഡ് സൈലൻസ്. എംപവേർഡ് സൈലൻസ്. രണ്ടാമത്തത് സപ്രസ്ഡ് സൈലൻസ്. മനസ്സിലായോ? 2 ടൈപ്പ് ഓഫ് സൈലൻസ് ഉണ്ട്. ഒന്ന് എംപവേർഡ് സൈലൻസും മറ്റേത് സപ്രസ്ഡ് സൈലൻസും. ഇതെന്താ അത് അല്ലേ? എംപവേർഡ് സൈലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു ആർഗ്യുമെന്റ് നടക്കുക, ഭയങ്കര പൊരിഞ്ഞ ഒരു ആർഗ്യുമെന്റ്, ഒരു 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 ഇങ്ങനെ തീയൊക്കെ പാറാണ് ആ സംസാരത്തിൽ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒട്ടും റിയാക്ട് ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു എൻവയറമെന്റിൽ, ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് അതിനെ കൺട്രോൾ ചെയ്തിട്ട് ഇങ്ങനെ അതിനെ നോക്കിയിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എംപവേർഡ് സൈലൻസ് ആണ്. നിങ്ങൾ അപ്പോൾ സൈലന്റിലാണുള്ളത്, പക്ഷെ അവിടെ എന്താണ്? നിങ്ങൾ എംപവേർഡ് സൈലൻസ് ആണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് തിങ്, ഒരാൾ നിങ്ങളോട് സംസാരിക്കുന്നു, ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുക. അപ്പൊ നമുക്കും ഇങ്ങനെ എന്തൊക്കെയോ തോന്നുന്നുണ്ട് തിരിച്ചു പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെയും നമ്മളിങ്ങനെ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് ഫുള്ള് കേൾക്കാണ്, ഡീപ്പായിട്ട് ലിസൺ ചെയ്യാണ്. അതും എംപവേർഡ് സൈലൻസ് ആണ്. ആക്ച്വലി യു ആർ സൈലന്റ് അല്ലേ? നിങ്ങളൊന്നും മിണ്ടുന്നില്ല, നിങ്ങൾ സൈലന്റിലാണ് ഉള്ളത്, പക്ഷെ നിങ്ങൾ എംപവേർഡ് സൈലന്റിലാണ് ഉള്ളത്. അതേപോലെ നമ്മൾ ഒരാളോട് സംസാരിക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതിങ്ങനെ സംസാരിക്കാം എന്ന് പറയുമ്പോൾ ആക്ച്വലി നിങ്ങൾ എന്താ ചെയ്യണത്? നിങ്ങളൊരു സൈലൻസിലാണ് ഉള്ളത്, എന്നിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ആ സൈലൻസും എംപവേർഡ് സൈലൻസ് ആണ്. ആക്ച്വലി ഈ എംപവേർഡ് സൈലൻസിൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് കുറച്ചും കൂടി പവർ ക്രിയേറ്റ് ചെയ്ത് തരാം, നമുക്കൊരു ഡിഗ്നിറ്റി തരികയാണ്. സോ ദിസ് ഇസ് എ ഫസ്റ്റ് കൈൻഡ് ഓഫ് സൈലൻസ്. എന്താ അത്? എംപവേർഡ് സൈലൻസ്. നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ എംപവേർഡ് സൈലൻസ്? ഒരു എക്സാമ്പിൾ ഒക്കെ പറഞ്ഞുകൊണ്ട് പോവാം. പറയൂ. ഞാൻ മിക്കതും അങ്ങനെ തന്നെ, വെറുതെ ആർഗ്യൂ ചെയ്യണവരോട്, ഇങ്ങനെ കുറെ തർക്കിക്കുന്നവരോട് ഞാൻ സംസാരിക്കാൻ പോവാറില്ല മെയിൻ ആയിട്ട്. പിന്നെ ഞാൻ നന്നായിട്ട് ലിസൺ ചെയ്യും, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പറയാം. ആ ലിസൺ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ആക്ച്വലി ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണല്ലേ? ചിലപ്പോ നമ്മളെ ചീത്ത വിളിക്കുന്നതായിരിക്കാം കേട്ടോ. നീ ആ ചെയ്തതൊന്നും ശരിയല്ല, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല. അപ്പൊ നമ്മളിങ്ങനെ സൈലന്റ് ആയിട്ട് കേട്ട് കൊടുക്കുകയാണ്. ഓക്കെ, എന്താണ് കാര്യം? പക്ഷെ പൊതുവെ നമുക്ക് ആ ഒരു ശീലമില്ല.
നമുക്കത് കേൾക്കുമ്പോൾ എന്താ എന്താ ഏ, 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 ഏ. അത് നോട്ട് ഗുഡ്. അവിടെ നമ്മൾ ആക്ച്വലി എന്താ ചെയ്യുന്നത്? എംപവേർഡ് സൈലൻസ്. പറഞ്ഞു തീരട്ടെ, എന്തൊക്കെയോ പറയാനുണ്ടെന്ന് തോന്നുന്നു. ആ ഡീപ്പായിട്ട് കേൾക്കുന്നതിന് നമ്മൾ എംപവേർഡ് സൈലൻസ് എന്ന് പറയും. അതേ സൈലൻസ് ആട്ടോ. സൈലൻസിന്റെ ആദ്യത്തെ ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, എംപവേർഡ് സൈലൻസ്. അടുത്തതാണ് സപ്രസ്ഡ് സൈലൻസ്. എന്താണ്? അടിച്ചമർത്തപ്പെട്ട സൈലൻസ്. എന്തൊക്കെയത്? ഒന്ന്, നിങ്ങൾക്ക് എന്തോ ഒപ്പീനിയൻ പറയാനുണ്ട്, നിങ്ങളുടേതായ ഒരു ഒപ്പീനിയൻ. ഇത് ഇങ്ങനെയല്ല, ഇത് ഇങ്ങനെ ചെയ്താലാ നന്നാവുക എന്ന് നിങ്ങൾക്ക് പറയാനുണ്ട്. പക്ഷെ എന്താണ്? പറഞ്ഞാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കുക. നിങ്ങളെ തീരെ റെസ്പെക്ട് ചെയ്യാത്തതുകൊണ്ട്, അയ്യോ ഞാൻ ആയിട്ടില്ല, ഇവിടെ ഞാനിത് സംസാരിക്കാൻ പാടില്ല. പക്ഷെ അത് അങ്ങനെയാ ചെയ്യേണ്ടതെന്ന് എനിക്ക് പറയും വേണം. നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ സംഭവിക്കുന്നത് സപ്രസ്ഡ് സൈലൻസ് ആണ്. ഓക്കെ. അടുത്തത്, ഇതൊരു അടിയാവോ, ഇതൊരു കോൺഫ്ലിക്റ്റ് ആവുമോ? ആ കോൺഫ്ലിക്റ്റ് വേണ്ട, അപ്പൊ ഞാനൊന്ന് മിണ്ടാതിരുന്നേക്കാം. ഒരു അടിയിലൊക്കെ ഒന്ന് പോവാനില്ല, അയ്യോ അത് വേണ്ട. പറയണമെന്നുണ്ട്, പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അടിയും പിടിയും ഒക്കെ ആവുമല്ലോ, അപ്പൊ ഞാനൊന്ന് സപ്രസ് ചെയ്തേക്കാം. അതും സപ്രസ്ഡ് സൈലൻസ് ആണ്. അതേപോലെ നിങ്ങൾക്കൊരു നോ പറയാനുണ്ട്, യെസ് പറയുക. യെസ് പറഞ്ഞാൽ മാത്രമേ അവിടെ ഒരു 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 പ്രശ്നമില്ലാതിരിക്കൂ. നിങ്ങൾക്ക് നോ ആ പറയേണ്ടതും. നിങ്ങൾക്ക് ആ നോ പറയാൻ പറ്റുന്നില്ല, അപ്പോഴും നിങ്ങളെ ഹൈഡ് ചെയ്യാണ്. ഹൈഡ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ വാട്ട് ഈസ് ഹാപ്പണിങ്? സപ്രസ്ഡ് സൈലൻസ് ആണ്. ഈ സപ്രസ്ഡ് സൈലൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മളെ കോൺഫിഡൻസ് ഇല്ലാണ്ടാവും. സ്ലോലി നമുക്ക് ഒരു കോൺഫിഡൻസും ഇല്ലാണ്ടാവും. ലൈക്ക് എന്നെ കൊണ്ട് ഒന്നിനും പറ്റൂല, ഇതൊക്കെ അങ്ങനെയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ അങ്ങനെ ആയിപ്പോവും. സോ ദീസ് ആർ ദ 2 ടൈപ്സ് ഓഫ് സൈലൻസ്. ഓക്കെ. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. മെയിലാണോ ഫീമെയിൽ ആണോ ഏറ്റവും കൂടുതൽ സൈലൻസിൽ ഇരിക്കുന്നത്? ഇവിടെ ആക്ച്വലി ഇന്ന് മെയിലും ഫീമെയിലും രണ്ടാളും ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ ഏറ്റവും കൂടുതൽ സൈലൻസിൽ ഇരിക്കാറ്? ഞങ്ങൾ തന്നെയാണ്. ആഹാ. ഓക്കെ. അടുത്തൊരു ഫീമെയിൽ പറയൂ, രണ്ടുപേർക്കും ആള് വേണ്ടേ? പറയൂ, ആരാണ് കൂടുതൽ സൈലൻസിൽ ഇരിക്കാറ്? ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? ഇക്കാലത്ത് ആണുങ്ങളാണ്. രണ്ടാണുങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കത് അങ്ങോട്ട് അംഗീകരിക്കേണ്ടി വരുമോ? പെണ്ണുങ്ങളെ നിങ്ങളൊക്കെ എവിടെ പോയി? ഒരു അല്ല, ചില സൈലൻസിൽ പെണ്ണുങ്ങൾ ഒരു സൈ- സമ്മതിക്കുന്നോ ആണുങ്ങളാണെന്ന്? പെണ്ണുങ്ങൾ ചില സൈലൻസിൽ സ്ഥലത്ത് സൈലൻസ് പെണ്ണുങ്ങളാണ്. പഠിക്കണം. പറയൂ ഞാൻ ജസ്റ്റ്. പറയട്ടെ. പറയൂ. ചില സ്ഥലത്ത് പെണ്ണുങ്ങളാണ് കൂടുതൽ സൈലന്റ്, പക്ഷെ ചില സ്ഥലത്ത് ആണുങ്ങൾ. അങ്ങനെ ഒക്കെ തോന്നാറുണ്ട് എനിക്ക്. ആണോ? അതെ അതെ ഏതാ ഈ അങ്ങനെയാണ്. ഏതാ ഈ ചില സ്ഥലം? ഒരു എക്സാമ്പിൾ പറയാം. പിന്നെ ചിലപ്പോ ഈ പെണ്ണുങ്ങള് ചേർന്ന് വല്ല പരദൂഷണം അങ്ങനെ അങ്ങനെ തുടങ്ങിയ എന്തെങ്കിലും ഇതാണെങ്കിൽ ചിലപ്പോ അവര് കുറെ നേരം ഇരിക്കും. അപ്പൊ ചിലപ്പോ രഹസ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. ഇതൊക്കെ പക്ഷെ ഓരോരുത്തരുടെ പക്ഷെ കണ്ടുള്ള അനുഭവം. ആ യെസ്. ഓക്കെ. ആണുങ്ങളാണെങ്കിൽ ആണുങ്ങള് ഇതുപോലെ സംസാരിച്ചു തുടങ്ങിയാൽ ചിലപ്പോ ഒരിക്കലും തീരാത്ത വിഷയങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് കണക്ട് ചെയ്ത് പോവാറുണ്ട് അവര്. അപ്പൊ പെണ്ണുങ്ങൾ പറയും ഇവര് സംസാരിച്ചു തുടങ്ങിയാൽ ഒരിക്കലും തീരൂലെന്ന്. ഇഷ്ടംപോലെ പറഞ്ഞിട്ടിട്ടുണ്ട്. അവസാനം ഞാൻ അല്ല, സത്യമാണ് കേട്ടോ. ഞാൻ അതെ വിചാരിച്ചു എന്റെ ഹസ്ബൻഡ് ഇപ്പോ എന്റെ ഒരു സിറ്റുവേഷൻ തന്നെ എടുക്കാം. എന്റെ ഹസ്ബൻഡും ഞാനും കൂടി ഇരിക്കുകയാണെങ്കിൽ ഏത് കണ്ണ് പൊട്ടനും പറയാൻ പറ്റും, ദേ ഈ സാധനം തന്നെയാ ചിലക്കുന്നത്, മറ്റേ ആൾ തന്നെയാ സൈലന്റ് എന്ന് ഞാൻ തന്നെ പറയാം. ഓക്കെ. ഞാൻ തന്നെ മിണ്ടാതിരിക്കാത്തൊരു പെട്ടി എന്ന് പറയുന്നത് ഞാൻ തന്നെയായിരിക്കും. മൈ ഹസ്ബൻഡ് വിൽ ബി സൈലന്റ്. പക്ഷെ ഇതേ ആള് ഒരു ഫ്രണ്ടിന്റെ മുന്നിൽ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാല് സത്യം. ഇതന്നെ ഇവിടുത്തെ അവസ്ഥ. ഞാൻ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്, എത്ര വർഷമായി പടച്ചോനെ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇമാതിരി സംസാരം ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. ഇങ്ങനെ ഞാൻ ഒരു കാലത്തും കേട്ടിട്ടില്ലല്ലോ. ഞാൻ അന്തം വിട്ടു പോയിട്ടുണ്ട്. ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയാൽ മതി, പിന്നെ തിരിച്ചു വരൂല. പക്ഷെ നമ്മളെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയാൽ നമ്മൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരുന്നുണ്ടാവും. അതാണ്. അപ്പോ കമ്മിങ് ടു ദ പോയിന്റ്, ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ
സൈലൻസും അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ സൈലൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് ആരാണ് കൂടുതൽ? അങ്ങനെ നോക്കിയാൽ ഒരു സോഷ്യൽ എൻവയറമെന്റിൽ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് റോളിൽ ഒരു പബ്ലിക് മീറ്റിംഗിൽ പബ്ലിക് ഡിസ്കഷൻ ഒക്കെ നടക്കുകയാണെങ്കിൽ ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുക. കായിന്റെ മേലൊന്നും എടുക്കല്ലേ, അടിപൊളി. ഇന്നത്തെ ടോപ്പിക് കായിന്റെ സയൻസ്. അതുകൊണ്ട് ഞാനിവിടെ മേലൊന്നും കുപ്പായം മാറ്റിയിടാം. ഇരിക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു ഇന്ന് നമ്മളുടെ സെഷനിൽ നോയ്സ് വരുന്നത്. പക്ഷെ ഞാൻ പറയൂല. താങ്ക് യു ഡിയർ. അപ്പോൾ സോഷ്യൽ ഗ്യാതറിംഗ്, ലീഡർഷിപ്പ് റോളില്, പബ്ലിക് ഡിസ്കഷനിൽ, മീറ്റിംഗ്സിലൊക്കെ ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുക. ഓക്കെ, കാരണം അത് അവർക്ക് ഒരു സ്പീക്കിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അവർ കാണുന്നത്. പക്ഷെ നേരെ തിരിച്ച് ക്ലോസ് റിലേഷൻഷിപ്പിൽ, ഇമോഷണൽ കോൺവെർസേഷനിൽ പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കല്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സൈലൻസ് എന്ന് പറയുന്നത് ജെൻഡർ ബേസ് ഒന്നും ഇല്ല കേട്ടോ. സൈലൻസ് എന്ന് പറയുന്നത് പെർട്ടിക്കുലർലി അവരുടെ ഒരു പേഴ്സണാലിറ്റി പോലെ ഇരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ കോൺഫിഡൻസ് പോലെ ഇരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ചില എക്സ്പെക്ടേഷൻസ് ഉണ്ടാവുമല്ലോ. നമ്മൾ ചില ഏരിയാസിൽ നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു, അതിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നതും. സൈലൻസ് തലയിലാദ്യം അത് ജെൻഡർ ബേസ്ഡ് അല്ല. ഓക്കെ, ഒരിക്കലും അത് ജെൻഡർ ബേസ്ഡ് അല്ല. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇവിടെ ഇരിക്കുന്ന എത്ര സ്ത്രീകള്, ഐ വുഡ് ആസ്ക് യു, എത്ര സ്ത്രീകൾക്ക് തോന്നിയിട്ടുണ്ട് നമ്മളാണ് ഏറ്റവും കൂടുതൽ സൈലന്റ് ആക്കപ്പെട്ടവര്? സൈലന്റ് ആയിട്ടല്ല, പക്ഷെ സൈലന്റ് ആക്കപ്പെട്ടവരാണ്. അതെ. തോന്നിയിട്ടുണ്ട് അല്ലെ? നമ്മളിങ്ങനെ സൈലന്റ് ആക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതിലേക്കാ പോയത്? സപ്രസ്ഡ് സൈലൻസിലേക്ക് പോയിട്ടുണ്ട് Depression. അല്ലേ? ആ, സത്യത്തിൽ എന്താ സംഭവം എന്നറിയോ? നമ്മൾ സ്ത്രീകളില് നമുക്ക് ആ ഫീലിംഗ് വരുന്നതും അത് ഉണ്ടായതും ആക്ച്വലി ഇന്നോ ഇന്നലെയോ അല്ല, അന്നേ സംഭവിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിലേ നമുക്കൊരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. നീ വേറെ വീട്ടിൽ പോയി താമസിക്കേണ്ടവളാ, കുറച്ച് അച്ചടക്കമൊക്കെ വേണം, പെൺകുട്ടികൾ ഇങ്ങനെ അടികൂടില്ല. എന്തിനാ പെൺകുട്ടികളുടെ സൗണ്ട് എന്താ ഇത്ര വലുതാക്കുന്നത്? അങ്ങനെ ടോട്ടലി പെൺകുട്ടികൾക്ക് സൗണ്ട് എടുത്തൂടാ, പെൺകുട്ടികൾക്ക് ആർഗ്യൂ ചെയ്തൂടാ, പെൺകുട്ടികൾ ഭയങ്കര ഡീസൻ്റ് ആയിരിക്കണം, പെൺകുട്ടികൾ ഭയങ്കര അഡ്ജസ്റ്റിംഗ് ആയിരിക്കണം, പെൺകുട്ടികളാണ് കുടുംബത്തിൽ പീസ് കൊണ്ടുവരേണ്ടവര്, പെൺകുട്ടികളാണ് എല്ലാത്തിലും ഭയങ്കര സംഭവം. അപ്പൊ നമ്മൾ ആ ഭയങ്കര സംഭവം ആകാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്ത സംഭവമാണ്. നമ്മൾ ആരും സപ്രസ് ചെയ്തതൊന്നും അല്ല, നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലെ ദാറ്റ് യെസ്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടവരാണ്, നമ്മൾ ഇങ്ങനെ വേറെ വീട്ടിൽ പോകേണ്ടവരാണ്, നമ്മൾ കുറെ ആള് ഇങ്ങനെ പീസ്, നമ്മൾ ആ വീട്ടിലെ സമാധാനം കൊണ്ടുവരേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ സ്ലോലി അത് നമുക്ക് സപ്രസ് പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ കിട്ടിയിട്ടില്ലല്ലോ. നമ്മളെ കണ്ണൂർ ജില്ലയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കണ്ണൂർ ജില്ലയില് എനിക്ക് കല്യാണം കഴിഞ്ഞ പിന്നെയാണ് തോന്നിയിട്ടുണ്ട് മിണ്ടരുത് 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 എന്നൊരു വാക്ക് കിട്ടിയത്. എപ്പോ കിട്ടിയത്? കല്യാണം കഴിഞ്ഞ പിന്നെ. അതാ ഞാൻ പറഞ്ഞത്. ആദ്യം നമുക്ക് കിട്ടിയിട്ടൊന്നും ഇല്ലല്ലോ, നമ്മ വേറൊരു വീട്ടിൽ പോണ്ടല്ലോ. ഇല്ല, നമുക്ക് എങ്ങനെ വീട്ടിൽ പോയി താമസിക്കണ്ടെങ്കിലും നമുക്കൊരു ഇത് കിട്ടുന്നുണ്ട്. ഇപ്പൊ എന്റെ മക്കള്, പെണ്ണുങ്ങളൊക്കെ സംസാരിക്കരുത് എനിക്ക് അങ്ങനെയൊക്കെ. പെൺകുട്ടികളാട്ടോ, എനിക്ക് പെൺകുട്ടികളാണ്. ആ ജെൻസി മക്കളോട് ഇപ്പോഴേ എല്ലാരും പറയാൻ തുടങ്ങി, ഇതോ നാളെ കഴിഞ്ഞ് മറ്റന്നാ കെട്ടിച്ചിടേണ്ടതോ, പെൺകുട്ടികളായ ഇങ്ങനെ ആയിരിക്കണം, പെൺകുട്ടികളായ അങ്ങനെ ആയിരിക്കണം. പക്ഷെ ജെൻസി കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവര് നേരെ തിരിച്ചാ പറയുന്നത്. എന്ത് ചെയ്യാനാ, ഓൾഡ് ജനറേഷനെ അത് മനസ്സിലാവണ്ടേ? അപ്പൊ എവിടെ ആയാലും നമുക്ക് ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്കൊരു ട്രെയിനിങ് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ സപ്രസ്ഡ് ആയിട്ട് നിൽക്കും. ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആരോ അടിച്ചമർത്തിയിട്ടുണ്ട് എന്നുള്ള ഫീലിംഗിലേക്ക് നമ്മൾ പോകുന്നത്. ആരും നമ്മൾ അടിച്ചമർത്തിയതൊന്നും അല്ല കേട്ടോ, നമ്മളത് ഫീൽ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് യെസ് ആണെങ്കിൽ നിങ്ങളിങ്ങനെ മനസ്സിൽ ടിക്കിടുക, നോ ആണെങ്കിൽ തെറ്റുന്നിടുക. ഇതാണ് നിങ്ങൾ ഒരു സൈനാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു സൈനാണ് നിങ്ങൾ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ സൈലൻസിലേക്ക് ഇങ്ങനെ പോയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ശരി തോന്നുന്നുണ്ടെങ്കിൽ ടിക്കിടാം, ഇല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ റോങ് ഇടാം. ഓക്കെ ഓക്കെ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആദ്യത്തെ സെന്റൻസ്, ഞാൻ യെസ് എന്ന് പറയാറുണ്ട് ശരിക്കും ഉള്ളിൽ നോ എന്ന് പറയാൻ ഉദ്ദേശിക്കുമ്പോഴും.
ഓക്കെ. അടുത്തത്, ഞാൻ എന്നെ തന്നെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ അല്ലാട്ടോ, അത് പിന്നെ ഉണ്ടല്ലോ, ഇന്നലെ ഞാൻ അവിടെ പോയപ്പോ ഇങ്ങനെ ആയപ്പോ ഇങ്ങനെ ചെയ്തപ്പോ ഇങ്ങനെ അങ്ങനെ പിന്നെ അവൾ പറഞ്ഞപ്പോ ഇത് ചെയ്ത്, അങ്ങനെയൊക്കെ വളഞ്ഞ് തിരിഞ്ഞ് എല്ലാത്തിനും ഒരു റീസണൊക്കെ കണ്ടെത്തി അങ്ങനെ കഷ്ടപ്പെടാറുണ്ടാവും. ഉണ്ടെങ്കിൽ അതാണ് ഓവർ എക്സ്പ്ലെയിനിങ് മൈസെൽഫ്. ഉണ്ടെങ്കിൽ ടിക്ക്, ഇല്ലെങ്കിൽ റോങ്. മൂന്നാമത്തത്, ഒരു ഡിഫിക്കൽട്ട് കോൺവെർസേഷൻ ഉണ്ട് എന്ന് തോന്നിയാൽ ഞാനത് അവോയ്ഡ് ചെയ്യും. അതായത് ഇത് സംസാരിച്ചാല് ചിലപ്പോ അതൊരു പ്രശ്നത്തിലേക്ക് പോകും എന്ന് തോന്നും. പ്രശ്നം കഴിഞ്ഞാൽ സത്യം നിങ്ങൾക്കറിയോ, ഒരു ഡിഫിക്കൽട്ട് കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എക്സാമ്പിൾ, ഡിഫിക്കൽട്ട് കോൺവെർസേഷൻ എന്താണെന്നറിയോ? ഇവിടെ ആർക്കെങ്കിലും ഡിഫിക്കൽട്ട് കോൺവെർസേഷൻ എന്താണെന്നറിയോ? ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു. സീനത്തെ ഞാൻ തന്നെ ഇതാക്കാം കേട്ടോ, കോ ഹോസ്റ്റ് ആക്കുന്നുണ്ട്. സീനത്ത് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. അപ്പൊ ഡിഫിക്കൽട്ട് കോൺവെർസേഷന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഡിഫിക്കൽട്ട് കോൺവെർസേഷന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഒരു ഓഫീസിൽ മാനേജർ ഉണ്ട്. മാനേജർ നമ്മളെ തീരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്കാണെങ്കിൽ കുറേ വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ട്. പക്ഷെ നമുക്ക് പ്രൊമോഷനും തരുന്നില്ല, സാലറിയിലും ഹൈക്കില്ല. ഇയാളാണെങ്കിൽ ഒരു മുരടൻ, തീരെ സംസാരിക്കാൻ കൊള്ളൂലാത്ത ഒരു മാനേജർ. അപ്പോൾ ഇയാളോട് പോയിട്ട് നമ്മൾ, സാറേ ഞാൻ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് കുറച്ച് സാലറി, ഈ ഒരു സാലറി ഉള്ളൂ, എനിക്ക് കുറച്ച് സാലറി ഒക്കെ കൂട്ടിത്തരണം എന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അയാൾ നമ്മളെ എടുത്ത് പുറത്തിടും. ഇല്ലെങ്കിൽ നമ്മൾ നല്ല ചീത്ത വിളിക്കും. അമ്മാതിരി സ്വഭാവമുള്ള ഒരു മനുഷ്യൻ. അപ്പൊ ആ സംസാരം ഇല്ലേ, ആ സംസാരത്തിനെയാണ് നമ്മൾ ഡിഫിക്കൽട്ട് കോൺവെർസേഷൻ എന്ന് പറയുന്നത്. അതായത് മറ്റേ ആള് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ചിലപ്പോൾ വല്ലാണ്ട് പൊട്ടിത്തെറിച്ചേക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോ ഓക്കെ പോ, എന്ത് സംഭവിക്കുമെന്ന് യാതൊരു ഐഡിയ ഇല്ലാത്ത കോൺവെർസേഷൻ, യാതൊരു ഐഡിയ ഇല്ലാത്ത സംസാരത്തിനെയാണ് നമ്മൾ എന്താ വിളിക്കുക? ഡിഫിക്കൽട്ട് കോൺവെർസേഷൻ. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ എന്താണ് ഡിഫിക്കൽട്ട് കോൺവെർസേഷൻ എന്ന്? മനസ്സിലായോ? നമ്മുടെ സംസാരത്തിന് വാല്യൂ ഇല്ലാന്നാ? കേട്ടില്ല. നമ്മുടെ സംസാരത്തിന് അവിടെ വാല്യൂ ഇല്ലാന്നാ മാം ഉദ്ദേശിച്ചേ? വാല്യൂ ഇല്ലാന്നല്ല, ഞാനിത് പറയുമ്പോൾ മറ്റയാൾ എന്താ എന്നോട് തിരിച്ചു പറയാ, എങ്ങനെ റിയാക്ട് ചെയ്യുന്ന യാതൊരു ഐഡിയ ഇല്ല. ചിലപ്പോൾ നമ്മളെ കടിച്ചു കീറാം, ചിലപ്പോൾ നമുക്കൊരു അടി തന്നേക്കാം, ചിലപ്പോൾ നമ്മളെ നല്ലോണം ചീത്ത പറഞ്ഞേക്കാം, ചിലപ്പോൾ ഒന്നും പറയാതിരിക്കാം. അങ്ങനെ എന്ത് സംഭവിക്കാവുന്ന ഒരു വല്ലാത്തൊരു മനുഷ്യനോട് നമുക്ക് സംസാരിക്കാൻ പോകുമ്പോൾ ഒരു പേടി തോന്നൂലേ? ആ കോൺവെർസേഷനെയാണ് നമ്മൾ ഡിഫിക്കൽട്ട് കോൺവെർസേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ കോൺവെർസേഷൻ ഒഴിവാക്കാറുണ്ടെങ്കിൽ ടിക്ക്, ഇല്ലെങ്കിൽ റോങ്. ഇനി ആരും എന്തും ആയിക്കോട്ടെ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ നല്ല രീതിയിൽ പറയുന്നു എന്ന ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഇത് തെറ്റാണ്. പക്ഷെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാറുണ്ടെങ്കിൽ ടിക്കാണ്. ഓക്കെ, അടുത്ത പോയിന്റ് ആണ്. ഞാൻ എപ്പോഴും എല്ലാവരോടും സോറി 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 സോറി, ഐ എം സോറി സോറി, ഐ എം സോറി, ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്, ഐ എം സോറി, 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 എല്ലാത്തിനും അപ്പോളജൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ പോവാറുണ്ട്. എന്തായിക്കോട്ടെ, ആര് ചെയ്ത തെറ്റും ആയിക്കോട്ടെ, പക്ഷെ ഞാൻ അങ്ങോട്ട് സോറി പറഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ ഇങ്ങനെ സോറി പറയാൻ പോകുന്നുണ്ട്. ഇല്ല. അടുത്ത പോയിന്റ് ആണ്, എനിക്ക് എപ്പോഴും മറ്റുള്ളവരെന്താ ചിന്തിക്കുക, അവരെന്താ ചിന്തിക്കുക, അവരിപ്പോ ഇത് എന്താ ചിന്തിക്കുക, ആ ഫീലിങ്ങോട് ജീവിക്കുന്നതാണെങ്കിൽ ടിക്ക്, അല്ലെങ്കിൽ ഈ പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് എന്തിനാണെന്നറിയോ? ഈ പോയിന്റ് ഒക്കെ ടിക്ക് ആണെങ്കിൽ ആക്ച്വലി നിങ്ങൾ സപ്രസ്ഡ് സൈലൻസിലേക്ക് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്.
എന്ന് വിചാരിച്ചിട്ട് അത് അത് ഇങ്ങനെ ഒരു രാത്രി കൊണ്ട് ഉണ്ടായ ഒരു സംഭവം എന്നല്ല, കുറച്ച് നാളായിട്ട് നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തപ്പോൾ നടന്ന ഒരു സംഭവമാണെന്നും കൂടി മനസ്സിലാക്കുക. ഇതാരും വന്നിട്ട് നമ്മളെ മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. ഓക്കെ, സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് സൈലൻസിന് പവർ ഉണ്ട്. അപ്പൊ ഇതുവരെ നമ്മൾ സംസാരിച്ചത് എന്താണ്? ഒരു സപ്രസ്ഡ് സൈലൻസിന്റെ കാര്യങ്ങളായി ഇതുവരെ സംസാരിച്ചത്. പക്ഷെ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഒരു എംപവേർഡ് സൈലൻസും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ആ ഒരു സൈലൻസിനെ നമ്മൾ എങ്ങനെയാണ് നമ്മളെ ജീവിതത്തിൽ കൊണ്ടുപോകുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്കത് എംപവേർഡ് സൈലൻസ് ആക്കാനും ഇല്ലെങ്കിൽ സപ്രസ്ഡ് സൈലൻസ് ആവാനും സാധ്യത. സോ നമ്മളിപ്പോൾ ഇത്രയും സമയമായി, ഏകദേശം അരമണിക്കൂറോളമായി സൈലൻസ് 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 സൈലൻസ്. ഈ സൈലൻസിനെ കുറിച്ച് പഠിച്ചിട്ടേ എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ട് കേട്ടോ. സൈലൻസിന് പവർ ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറയുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, സക്സസ്ഫുൾ ആയ പീപ്പിൾ അല്ലെങ്കിൽ കുറച്ച് ഹൈയിൽ കിടക്കുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഞാനും നേരിട്ടൊന്നും കണ്ടിട്ടില്ല, ഞാനും ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അവരെപ്പോഴും ഒരുപാട് നേരം സൈലൻസിലായിരിക്കും. അത്യാവശ്യം മാത്രമേ മിണ്ടുള്ളൂ. ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ജസ്റ്റ് ഇത്. പക്ഷെ നമ്മളെ അങ്ങോട്ട് വിളിച്ചു നോക്കിയേ അതേ പരിപാടിക്ക്, നമ്മൾ മിണ്ടാതിരിക്കുവോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സൈലൻസ് ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ. അവര് സക്സസ്ഫുൾ ആയിട്ടുള്ള ഹൈ ലെവലിൽ കിടക്കുന്ന പീപ്പിൾ, ദേ യൂസ് സൈലൻസ് ആസ് എ സ്ട്രാറ്റജിക് ടൂൾ. ആ പവർ, അവരുടെ ആ പവർ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ടാണ് നമ്മുടെ സൈലൻസ് തന്നെ കാണുന്നത്. ഈ സൈലൻസിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന് ഇത് നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് ഇല്ലേ, അവരെയും കാട്ടി മുമ്പിൽ നമ്മൾ എത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാ? യു സ്റ്റേ അഹെഡ് ഓഫ് യുവർ കോമ്പറ്റീറ്റേഴ്സ്. അതെങ്ങനെയാണെന്നറിയോ? നിങ്ങൾ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, നിങ്ങൾ സൈലൻസ് കീപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളുടെ പ്ലാനുകളും നിങ്ങളുടെ സ്വപ്നങ്ങളും ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെക്കുകയാണ്. കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രമേ നിങ്ങൾ അത് ഡെലിവർ ചെയ്യുന്നുള്ളൂ. അതും ടു ദ പോയിന്റ്. കൃത്യമായിട്ട് ആവശ്യമുള്ള കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അത് നിങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുവരുന്നു, അത് ചെയ്യുന്നു. ആൻഡ് യു ആർ സക്സസ്ഫുൾ. നിങ്ങൾ ആ സക്സസ് ആണ് ആക്ച്വലി നോയ്സ് ആകുന്നത്. നിങ്ങൾ ഡ്രീം ചെയ്യുമ്പോൾ പിന്നെ ഉണ്ടല്ലോ എനിക്ക് ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ അങ്ങനെ ചെയ്ത് പിന്നെ 5 വർഷത്തിൽ എനിക്ക് ഇങ്ങനെ ചെയ്തിട്ട് വേണം, പിന്നെ 6ാമത്തെ വർഷം ഇത് ചെയ്തിട്ട് പിന്നെ 7ാമത്തെ വർഷം ഇതിങ്ങനെ സംസാരിച്ച് ഒരുപാട് ബഹളം ഉണ്ടാക്കുന്നതിന് പകരം യു ജസ്റ്റ് ടേക്ക് കാം. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മളുടെ മെൻറ്റേഴ്സോ കോച്ചസോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് മാത്രം പ്ലാനിങ് ഒക്കെ ചെയ്യുന്നു. ഒരു ടീം ഉണ്ടെങ്കിൽ അവരുമായിട്ടൊരു പ്ലാൻ ചെയ്യുന്നു. നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നു. നിങ്ങളെ സക്സസ് ആണ് അവിടെ നോയ്സ് ആവുന്നത്. സോ വാട്ട് ഇസ് ദ ഫസ്റ്റ് ബെനിഫിറ്റ്? നിങ്ങളെ കോമ്പറ്റീറ്റേഴ്സ്, അതായത് നിങ്ങൾ ഒരുപാട് ഇതിനെ പരസ്യപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളെ കുറേ ആൾക്കാർ ചിലപ്പോൾ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരെക്കാളും മുന്നിൽ നിങ്ങൾ എത്താൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ടൂൾ തന്നെയാണ് സൈലൻസ്. എല്ലാവർക്കും അറിയാം നമ്മുടെ AI ഒക്കെ എങ്ങനെയാണ് ഈ നമ്മൾക്കൊക്കെ കിട്ടിയത്. നമ്മൾ AI ഉണ്ട്, AI എന്ന് പറയുന്നത് ഒരു റോബോട്ടാണ്, അതിങ്ങനെ വീട്ടിൽ വന്നിട്ട് എന്തോ ചെയ്യുന്ന ഒരു സംഭവമാണെന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ നമ്മൾക്ക് കിട്ടിയിരുന്നുള്ളൂ. അല്ലാതെ ഇങ്ങനെ നമ്മൾ ഈ രീതിയിൽ വിത്തിൻ 1, 2, 3 ഇയേഴ്സിൽ ഇങ്ങനെ വൈഡ് സ്പ്രെഡ് ആവും ഇത് എന്നൊന്നും ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടൊന്നും ഇല്ല അല്ലേ. വി ജസ്റ്റ് ന്യൂ AI എന്തോ ഒരു സംഭവമുണ്ട്, മനുഷ്യന്മാർ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന എന്തോ ഒരു സംഭവമാണ്, അത്രയും നമുക്ക് അറിയുള്ളൂ. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഓവറായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ നോക്ക്, ഇത് AI വന്നു, ChatGPT ആയിരുന്നു നമ്മളെല്ലാവരും ഫസ്റ്റ് അനലൈസ് ചെയ്ത ഒരു സംഭവം. പക്ഷെ ChatGPT വരലോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചു? ഇത് ഹൈയിൽ കയറി പെട്ടെന്ന് തന്നെ ഇപ്പൊ എത്ര ടൂൾസ് ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഈ ഉണ്ടാക്കിയ ആൾക്ക് പോലും അറിയാത്തത്ര ടൂൾസായി. സോ വാട്ട് ഹാപ്പൻസ്? അതാണ് കോമ്പറ്റീഷൻ. അപ്പൊ നമ്മളെ കോമ്പറ്റീറ്റേഴ്സിന് ഹെഡാക്കി നിർത്താൻ നമ്മൾ സൈലൻസ് ബെനിഫിറ്റ് ചെയ്യും. രണ്ടാമത്തതാണ്, നമുക്ക് വേറൊരാളുടെ ഇന്റൻഷൻസ് മനസ്സിലാക്കി തരും. നിങ്ങൾ സൈലൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് മറ്റേ ആളുടെ ഇന്റൻഷൻസ് മനസ്സിലാക്കി തരും. അതെങ്ങനെയാണ്?
ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ കാമായി ഇരുന്നിട്ട് കേൾക്കാന്ന് വിചാരിക്കേ, അവരെ ഫുള്ളായിട്ട്. അപ്പം നമുക്ക് അവരുടെ സംസാരവും കേൾക്കാൻ പറ്റും, പ്ലസ് അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ ഒരു മാനറിസവും അവരുടെ ക്യാരക്ടറും അവരുടെ ബിഹേവിയറും ഒക്കെ നമുക്കിങ്ങനെ സൈലന്റ് ആയിട്ട് ഇരുന്നാൽ അനലൈസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളിങ്ങനെ സൈലന്റ് ആയിട്ട് അവരിങ്ങനെ ഫുള്ളായിട്ട് ഒബ്സർവ് ചെയ്യാണ്. അപ്പൊ അവരുടെ ഇന്റൻഷനും നമുക്ക് കേൾക്കാൻ പറ്റും. ആക്ച്വലി അവരെ വേർഡ്സ് മാത്രമല്ല, അവരെ ഓൾ ടുഗദർ ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അതേപോലെ നമ്മൾ ഇനി ബിസിനസ്സുകാരായിക്കോട്ടെ, അല്ലെങ്കിൽ ജോലിയോ എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ തന്നെ പല ക്രൈസിസ് ഇപ്പോൾ സംഭവിക്കുന്നുണ്ടല്ലേ. ഒരു ക്രൈസിസ് വരുമ്പോൾ സൈലന്റ് ആയിട്ടിരിക്കാൻ പ്രാക്ടീസ് ചെയ്ത്, അല്ലെങ്കിൽ സൈലൻസിൽ പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക്, ആ പവറുള്ള ഒരാൾക്ക് നല്ല ഫോക്കസ് ഉണ്ടാവും. അവർക്ക് ഇങ്ങനെ പാനിക്കൊന്നും ആയിപ്പോലെ, അയ്യോ എൻ്റെ ഇത് പോയേന്നൊന്നും അവരിങ്ങനെ ചിന്തിക്കും, എന്താ സംഭവിച്ചു. അവർക്കിങ്ങനെ കാമായി ചിന്തിക്കാൻ പറ്റും, ക്ലിയർ ആയിട്ട് ചിന്തിക്കാൻ പറ്റും. അപ്പൊ അതും സൈലൻസിന്റെ പവറാണ്. അത് മാത്രല്ല കേട്ടോ, ഈ ഒരു നമ്മൾ ഏതൊരു യുഗത്തിലാണ് ജീവിക്കുന്നത്, നമ്മൾ ഭയങ്കര നോയ്സി, ഫുൾ ഓഫ് ഡിസ്റ്റർബൻസ് ഉള്ള ഒരു ദുനിയാവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഒരു അവയർനെസ്സും ഇല്ല. നമ്മൾ ആരാന്നോ, നമ്മൾക്ക് എന്താ ഇഷ്ടമെന്നോ അങ്ങനെയൊന്നും ഇല്ല. നമ്മളൊക്കെ ഇപ്പൊ എങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നത്? നമ്മളിങ്ങനെ മൊബൈലും വെച്ചിട്ട് ഇങ്ങനെ എന്താ വായി പോകുന്നത് ഒന്നും നമുക്ക് അറിയുന്നില്ല. നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് എന്താ ഇഷ്ടം, നമ്മളെ ചിന്തകൾ എന്താണ്, നമ്മൾ എങ്ങനത്തെ ഒരു മനുഷ്യനാണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ സൈലൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നമ്മളെ തന്നെ അറിയും. ഇന്റേണലി നമ്മൾ അറിയണം, നമ്മളുടെ ചിന്തകൾ എങ്ങനത്തെയാണെന്ന് നമ്മൾ അറിയണം. എന്തൊക്കെയാണ് ഞാൻ എന്തിനെയാണ് പേടിക്കുന്നത് നമ്മൾ അറിയാണ്, ശരിക്കും എന്താ വേണ്ടത് നമ്മൾ അറിയാണ്. അതിനൊക്കെ നമ്മൾ ശരിക്കും നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് സൈലൻസിൽ ഇരിക്കാൻ പഠിച്ചാലേ അത് നടക്കുള്ളൂ. അത് മാത്രമല്ല, നമ്മളൊരു സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനാന്ന് വിചാരിക്കുക. ഒന്ന് കാമായിട്ട് സൈലന്റ് ആയിട്ട് ഒരു വേദി, ഒരു സദസ്സ് തന്നെ നമ്മളുണ്ട് എന്ന് വിചാരിക്കുക. വെൻ ദ ഹോൾ വേൾഡ് ഇസ് ഷൗട്ടിങ്, ഒരു സ്ഥലത്ത് കാമായിട്ടിരിക്കുന്ന ഒരു മനുഷ്യന് എപ്പോഴും ഒരു നോട്ടീസ് ഉണ്ടാവും. ഇത്രയും ബഹളം, ഇത്രയും ആൾക്കാർ കലപില ആക്കുമ്പോഴും ഇയാളെ കണ്ടോ നല്ല കാമായിട്ട് സൈലന്റ് ആയിട്ട് ഒരു അത്യാവശ്യം നല്ല ഒബ്സർവേഷനും ലിസ്ണിങ്ങും ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടോ. ഭയങ്കര അറ്റൻഷൻ ഗ്രാബിങ്ങും കൂടിയാണത്. ദി കമാൻഡ് അറ്റൻഷൻ. അടുത്തതാണ്, നമ്മൾ സൈലന്റ് ആയിട്ട് സൈലൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. സൈലൻസിന്റെ ഒരു ബെനിഫിറ്റ് കൂടിയാണ്, നമ്മളിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. ഒരുപാട് സംസാരിക്കുന്നത് ട്രസ്റ്റ് കുറക്കുക ചെയ്യുക. അതായത് എന്താ പറയാ, നമ്മുടെ വിശ്വാസം ശരിക്കും കുറക്കുക ചെയ്യുക. നമ്മളിങ്ങനെ എന്തൊക്കെയോ പറയാം, പിന്നുണ്ടല്ലോ ഇതുണ്ട് എന്ന് പറയുന്നതിനേക്കാളും നമ്മളിങ്ങനെ ആവശ്യമുള്ള കാര്യം പറഞ്ഞിട്ട് പിന്നെ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആക്ച്വലി നമ്മളുടെ ട്രസ്റ്റ് അവിടെ ബിൽഡ് ആവുന്നുണ്ട്. കാരണം നമ്മളെ ലിസണിങ് സ്കില്ലൊക്കെ കാണുകയാണ്. അവരെങ്ങനെ വല്ലാണ്ട് സംസാരിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ കേൾക്കാനാ ശ്രമിക്കുന്നത്. ഈ ലോകത്തെ ഏറ്റവും വലിയ പവറാണ് കേട്ടോ ലിസണിങ് പവർ. നമ്മൾ ലിസൺ ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ലൊരു മനുഷ്യനായിട്ട് നമ്മൾ എല്ലാവരും കരുതുന്നത്. നന്നായിട്ട് ലിസൺ ചെയ്യുന്ന വ്യക്തികളെയാണ്. കാരണം ലിസൺ ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ പവർ തന്നെയാണ്. അങ്ങനെയാണെങ്കിലേ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറായിട്ട് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ പവർ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളിങ്ങനെ സൈലന്റ് ആയിട്ട് ഇരുന്ന് കേൾക്കല്ലേ, വീഡിയോയിലടക്കം വന്നിട്ടില്ല. നിങ്ങളൊക്കെ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ബെനിഫിറ്റ് ആണ്, സൈലൻസിന്റെ ബെനിഫിറ്റ് ആണ്, നല്ല ഡീപ്പ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കി തരും. നമുക്ക് സൈലൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് നല്ല ഡീപ്പായിരിക്കും. കാരണം എന്താ, നമുക്കൊരു റിലേഷൻഷിപ്പ് എന്തും ആയിക്കോട്ടെ, സ്പൗസ് റിലേഷൻഷിപ്പ്, നമ്മളെ ബോസ്, നമ്മളെ കൊലീഗ്സ്, നമ്മളെ ഫ്രണ്ട്സ്, നമുക്ക് ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ട് അല്ലേ. നമ്മളെ മക്കളോടുള്ള റിലേഷൻഷിപ്പ്, ആരോടുള്ള റിലേഷൻഷിപ്പും ആയിക്കോട്ടെ, നിങ്ങൾക്ക് സൈലൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ സൂപ്പർ ആയിരിക്കും. അതെങ്ങനത്തെ സൈലൻസ് ആണ്? നല്ല സ്ട്രോങ് റിലേഷൻഷിപ്പിൽ കറക്റ്റായിട്ട് നിങ്ങളിങ്ങനെ ലിസൺ ചെയ്യുന്നുണ്ടാവും, ആവശ്യത്തിന് ഉത്തരം കൊടുക്കുന്നുണ്ടാവും. ബാക്കിയുള്ള സമയത്ത് നിങ്ങൾക്കറിയാം നിങ്ങൾ ഈ സമയത്താണ് മിണ്ടാതിരിക്കേണ്ടത്, ഈ സമയത്താണ് ഞാൻ സംസാരിക്കേണ്ടത്. ആ ഒരു സംഭവം ഇല്ലേ, അതാണ് നമ്മളുടെ ബന്ധങ്ങളെ കൂട്ടുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ബെനിഫിറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു?
ഒന്ന്, നമ്മളെ കോമ്പറ്റീറ്റേഴ്സിനെ നമുക്ക് അതിനെ ജെറാക്സ് എടുത്ത് കാലില് നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സിനെക്കാളും നമുക്ക് അഹെഡായിട്ട് പോകാൻ പറ്റും. നമുക്ക് മറ്റുള്ളവരെ ഇന്റൻഷൻ മനസ്സിലാക്കാൻ പറ്റും. കാൽ ജെറാക്സ് എടുത്ത് നമുക്ക് നമ്മളെ ഇന്നർ സ്ട്രെങ്ത് കാല് ജെറാക്സ് എടുത്ത് പറ്റും. നമുക്ക് നമ്മുടെ ഇന്നർ സ്ട്രെങ്ത്. കാല് ജെറാക്സ് എടുക്കുമല്ലോ. ആരാ മുത്തേ? ആ എക്സ്റേ മാം മ്യൂട്ട് ആക്കി കൂടെ? ഞാനിങ്ങനെ ഓരോരാളെ പിടിച്ചു മുട്ടി, ഇതിലിപ്പോ ആരാ സംസാരിക്കുന്നൊന്നും പിടി കിട്ടിയിട്ടില്ല. ഓക്കെ, എനിവേസ്, എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? ബെനിഫിറ്റ്സ്. നമ്മളെ കോമ്പറ്റീറ്റേഴ്സിനെക്കാട്ടും മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റും. നമ്മൾക്ക് മറ്റുള്ളവരുടെ ഇന്റൻഷൻ, അവർ സംസാരിക്കുമ്പോൾ അവരിങ്ങനെ കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കും, അവരുടെ ഇന്റൻഷൻ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ക്രൈസിസ് വന്നാലും നമുക്കിങ്ങനെ കുറച്ച് ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റും. വല്ലാണ്ട് അയ്യോ പാനിക്കാണ്ട് ഒരു ഫീലിങ്ങിലേക്ക് നമ്മൾ പോവില്ല. നമ്മൾ നല്ല രീതിയിൽ റെസ്പോണ്ടാണ് ചെയ്യുക. കാരണം നമുക്കിങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ സംസാരിക്കുന്നതിന് മുന്നേ, നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളെ തന്നെ കൂടുതൽ അറിയാൻ പറ്റും. ഒന്ന് സൈലന്റ് ഇരിക്കുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ചിന്തകളും നമ്മൾ ആരാന്നൊക്കെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമുക്ക് നല്ല ഡീപ്പ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റും. ഇത്രയും ബെനിഫിറ്റ് ഉണ്ട്. ഇത്രയും മാത്രമല്ല, സൈലൻസ് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഒരുപാട് പവർഫുൾ ആണ്. ലൈക്ക് നമ്മൾ ഒരാളെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ഭയങ്കര ഹെൽത്തി ആയിട്ട് മാറുന്നുണ്ട് അല്ലേ? നമ്മൾ ഒരാളോട് ദേഷ്യപ്പെടണം എന്ന് വിചാരിക്കും, നല്ല ദേഷ്യം വന്നാലും നമുക്കത് സൈലന്റ് ആയിട്ട് ഇതെന്താ ഇപ്പം ഇത് സംഭവിച്ചേ ഒന്ന് ചിന്തിച്ചിട്ട് സംസാരിക്കാൻ ഒരു 2 സെക്കൻഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു അടി അവിടെ ഒഴിവായി കിട്ടും. കാരണം ഇതെന്താ ഇങ്ങനെ സംഭവിച്ചേ എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ചിലപ്പോൾ ആ സംഭവം അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ ഒരു സംഭവത്തിലാണ് ഇത് സംഭവിച്ചതെന്നുള്ള ചിന്ത നമുക്ക് വരുമ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നന്നായിട്ട് പ്രേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? നമുക്ക് സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ പ്രേ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കാമായിരിക്കുള്ളൂ. അതേപോലെ നമ്മളെ മനസ്സിലാക്കാനും നമുക്ക് പിന്നെ ഒരുപാട് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും ഞാൻ ആരാന്ന് മനസ്സിലാക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും, ഓ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണല്ലേ ഇങ്ങനെ ആയിപ്പോയത്, അങ്ങനെയാണെങ്കിൽ ഇവിടെയാണ് ഞാൻ ഈ വരക്കേണ്ടത് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പവർഫുൾ ടൂളാണ് മക്കളെ സൈലൻസ്. അപ്പൊ മനസ്സിലായോ സൈലൻസ് പവർഫുൾ ടൂളാന്ന്? മനസ്സിലായോ സൈലൻസ് പവർഫുൾ ടൂളാന്ന് പറ്റി കിട്ടിയോ? മനസ്സിലായി. യെസ്. മനസ്സിലായി. അപ്പൊ നമ്മളെ ഇത് സ്ട്രോങ് ആണോ ആക്കുന്നത്, നമ്മളെ ഇത് വീക്ക് ആണോ ആക്കുന്നത് നമ്മൾ തീരുമാനിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നല്ല സ്ട്രോങ് ടൂളായിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് നിങ്ങളെല്ലാവരും ഇന്ന് തൊട്ട് നിങ്ങളുടെ സൈലൻസിനെ പവർഫുൾ ആക്കി മാറ്റുക. അതിന് വേണ്ടിയിട്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമായിരിക്കും ഈ സൈലൻസിനെ കീപ്പ് ചെയ്യല്. കാരണം ഇത് ഇത്ര പവർഫുൾ ടൂളാണ്. അപ്പം അത് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. നന്നായിട്ട് മറ്റേ സപ്രഷൻ അല്ല, നമ്മൾ തന്നെ എവിടെയൊക്കെയാണ് നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പോവാണ്. എവിടെയാ പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഒന്ന്, എങ്ങനെ മാസ്റ്റർ ചെയ്യാൻ പറ്റാന്നാണ് ആർട്ട് ഓഫ് സൈലൻസ്. ഒന്ന്, നമ്മൾ എന്ത് സംസാരിക്കുന്നതിന് മുന്നേയും ഒരു 2 സെക്കൻഡ് ഒന്ന് ചിന്തിച്ചിട്ട് സംസാരിക്കാം. ഞാനിപ്പോൾ ഇതെന്താ പറയാൻ പോകുന്നത്, ഞാൻ ഇത് ആരോടാ പറയാൻ പോകുന്നത്, ഞാനിത് പറയുമ്പോഴേക്കും ഇത് അവർക്ക് ഹെൽപ്ഫുൾ ആണോ അതോ അവരെ ഹേർട്ട് ചെയ്യാണോ ചെയ്യാം. ഒരു 2-3 കാര്യം ഒന്നിങ്ങനെ അനലൈസ് ചെയ്തിട്ട് സംസാരിക്കാം. അപ്പം അത് സൂപ്പർ ആയിട്ടുള്ളൊരു സംസാരമായി മാറും. ഓക്കെ. രണ്ടാമത്, നമ്മളെ സൈലൻസിനെ മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ കാര്യം, ഡെയിലി കുറച്ച് സമയമെങ്കിലും നിങ്ങളൊരു ശീലമാക്കുക. നിങ്ങളുടെ മൊബൈലിനെയും മനുഷ്യന്മാരെയും എല്ലാരെയും ഒഴിവാക്കിയിട്ട് ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് സൈലന്റ് ആയിട്ടിരിക്കുക. സ്റ്റിൽനെസ്, ഫുൾ സ്റ്റിൽനെസ്, ഒന്നുമില്ല, പുറത്തും ഉള്ളിലൊന്നും ഒരു സൗണ്ടും ഇല്ലാത്ത രീതിയിൽ നമ്മളിങ്ങനെ ഒരു സ്റ്റില്ലായിട്ടിരിക്കാൻ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. അടുത്തതാണ്, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഒരുപാട് goals ഉണ്ടാവും, ഒരുപാട് ചെയ്താ മതിയാ മാം? കേട്ടില്ല ഹലോ, കേട്ടില്ല
രാവിലെ നിസ്കാരം കഴിഞ്ഞ പാട് ദിവസം ചെയ്താ മതിയാ. ഗുഡ്, വെരി ഗുഡ്. കാരണം ആ സമയത്ത് ഭയങ്കര സ്വസ്ഥതയായിരിക്കും. കാരണം സൈലന്റ് ആ ആണല്ലോ പൊതുവെ. അപ്പൊ നല്ലൊരു ആ സമയമാണത്, നല്ലൊരു സമയമാണ്. ഗുഡ്. ആ അപ്പൊ നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയോ? പ്രാക്ടീസ് ചെയ്യേണ്ടത്, നമ്മൾ ഇതുവരെ നമ്മൾ ചലബല എന്ന് സംസാരിച്ചുകൊണ്ടിരുന്നെങ്കിലും ഇനി നമ്മൾ അത്യാവശ്യം ഒന്ന് സംസാരം കുറക്കുക, ഒന്ന് കുറച്ച് സംസാരിച്ച് പഠിക്കുക. ആ ഓക്കെ, കുറേ സംസാരിക്കേണ്ട, ആവശ്യമുള്ള വാക്കുകൾ പറയാ, നിർത്തുക. നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, സൈലൻസിനെ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യണം. അടുത്തതാണ്, നമ്മൾ എപ്പോഴും നന്നായിട്ട് ഷാർപ്പായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. അവരെ ഫുള്ളായിട്ട് ഒബ്സർവ് ചെയ്യുക. ആരെങ്കിലും സംസാരിക്കുമ്പോഴും അവരെ ഒബ്സർവ് ചെയ്യുക, ജഡ്ജ് ചെയ്യാനല്ല കേട്ടോ. ഏതോ ഒരു എന്തോ കള്ളത്രാണുണ്ടല്ലോ, അങ്ങനെ ജഡ്ജ് ചെയ്യാനല്ല കേട്ടോ. അവരെ ഒന്ന് ഫുള്ളായിട്ട് ഒബ്സർവ് ചെയ്യുക. കാരണം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ലിസൺ ചെയ്യുക. അവർ പറയുന്നതും കേൾക്കണം, അവിടെ ബോഡി ലാംഗ്വേജ് പറയുന്നതും കേൾക്കണം. അടുത്തതാണ്, നിങ്ങൾ ആർട്ട് ഓഫ് റിയാക്ടിങ് ഒഴിവാക്കുക. അതായത് എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്കും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ എന്തോ ഇപ്പം കാട്ടിക്കൂട്ടണം എന്നുള്ള ചിന്ത വെക്കണ്ട. ഇതൊരു സപ്രഷനാന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇതാണ് ഇമോഷണൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഒരാൾ നമ്മളെ വല്ലാണ്ട് ചീത്ത പറയുന്നു, അപ്പൊ നമുക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടാവും. എന്തിനാണ് ഇത്ര ചീത്ത വിളിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ ആ സമയത്ത് നമുക്കിങ്ങനെ ഫുള്ള് പറഞ്ഞു തീരട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇമോഷണൽ കൺട്രോളാണ്. അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓക്കെ തീർന്നോ, അപ്പൊ നിങ്ങൾക്ക് എന്താ ഇങ്ങനെ തോന്നിയത് എന്ന് നല്ല രീതിയിൽ സംസാരിക്കുന്നതിനെയാണ് നമ്മൾ റെസ്പോണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെയാ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക? ഈ പവർഫുൾ ടൂള് ആയ സൈലൻസിനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, എന്ത് സംസാരിക്കുന്നതിന് മുന്നേയും ഒരു 2 സെക്കൻഡ് ഒന്ന് ആലോചിച്ചിട്ട് സംസാരിക്കാം. 2, സ്വന്തത്തിന്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. മൊബൈലോ ഒരു സൗണ്ടോ മനുഷ്യന്മാരോ ഒന്നും ഇല്ലാതെ സ്വസ്ഥമായി ഇരുന്നിട്ട് ഒന്ന് സൈലന്റ് ആയിട്ട് നിങ്ങളുടെ കൂടെ ഇരിക്കുക, നിങ്ങളുടെ കൂടെ ഇരിക്കുക. 3-മത്തത്, നമ്മൾ പൊതുവേ ഒരുപാട് സംസാരിക്കുന്നതാണെങ്കിലും ഇനി കുറച്ച് സംസാരം ഒന്ന് കുറച്ചിട്ട് ഒന്ന് നോക്കുക എങ്ങനെയുണ്ട് എന്ന്. ഒരുപാട് കുറക്കാനല്ല, കുറച്ച് സ്പീക്ക് ലെസ്. കേൾക്കാൻ ശ്രമിക്കുക. അടുത്തത് കേൾക്കാൻ ശ്രമിക്കുക. അടുത്തത്, നമ്മൾ മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കുമ്പോൾ അവരെ ഫുള്ളായിട്ട് ഒബ്സർവ് ചെയ്യുക. അവരുടെ സംസാരം ഒബ്സർവ് ചെയ്യുക, അവരുടെ കയ്യോ അവരുടെ കണ്ണോ അവരുടെ ബോഡിയോ ഒക്കെ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന്, അവർ ശരിക്കും എന്താ എന്നോട് പറയാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ജഡ്ജ് ചെയ്യരുത്, മനസ്സിലാക്കുക, ഒബ്സർവ് ചെയ്യാം. 5-മത്തതാണ്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, റിയാക്ട് ചെയ്യരുത്. ആരെങ്കിലും നമ്മളെ ചീത്ത വിളിക്കുന്നതാണെന്ന് തന്നെ വിചാരിക്കും, നല്ല ദേഷ്യം വരുന്ന കാര്യമെന്ന് വിചാരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് ചൊറിയുന്ന ഒരു സംഭവം തന്നെയാന്ന് വിചാരിക്കും. എന്നാലും ആ സമയത്ത് ഫുള്ളായിട്ട് കേട്ടതിന് ശേഷം ഉത്തരം കൊടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇമോഷണൽ കൺട്രോൾ. ഇതിനാണ് നമ്മൾ ഇമോഷണൽ കൺട്രോൾ എന്ന് പറയുന്നത്. അത് പക്ഷെ നമ്മൾ കൊറേയെല്ലാം പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്, ആ ലാസ്റ്റ് നിമിഷം പൊട്ടിപ്പോകും. അതാണ് പ്രശ്നം. അല്ല, അത് ലാസ്റ്റ് നിമിഷം പൊട്ടിപ്പോകുന്ന എന്തുകൊണ്ടാ? കാരണം നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇതൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഇതൊക്കെ എനിക്ക് ഓക്കെയാണ്. ഈ ലാസ്റ്റത്തെ സംഭവമാണ് നന്നായി ചീത്ത കിട്ടുമ്പം അറിയാതെ എവിടുന്ന് അറിയില്ല വരുന്നത്. അതൊക്കെ എല്ലാം ഞാൻ സൈലന്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞത് എന്താ സംഭവിക്കുന്നതെന്ന്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഫുള്ള് കേട്ട് എന്നിട്ട് ഫുള്ള് ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്ത് ഇവിടെ വെച്ച് എന്നിട്ട് പിന്നെ നമ്മൾ അങ്ങനെ നടക്കുക. സൈലൻസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ നടക്കാനൊന്നും അല്ല. ഇവിടെ നമ്മൾ കേൾക്കാണ്. ഓക്കെ ഓക്കെ കേട്ട് കഴിഞ്ഞു, എന്നിട്ട് ഇത് നിൽക്കുമല്ലോ, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അടുത്ത് നിങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പം പറഞ്ഞത് ഇങ്ങനെ അല്ലേ? അങ്ങനെ ആണെങ്കിൽ എനിക്ക് നിങ്ങളിത് പറയുമ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ ഇതൊന്നും അല്ല ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പറ്റിയിട്ടുണ്ട് എന്ന് നല്ല രീതിയിൽ തിരിച്ചും പറഞ്ഞു കൊടുക്കണം. അതിനാണ് റെസ്പോണ്ടിങ് എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാം കൂടി എടുത്തിട്ട് ദേ ഇവിടെ വെച്ചിട്ട് നടന്നാല്. ഒരു സംശയം കൂടി അവര് റിയാക്ട് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണല്ലോ. നമ്മൾ സൈലന്റ് ആയിട്ട് ഒന്ന് മിണ്ടാതെ നിന്നിട്ടും നമ്മൾ ഇങ്ങനെ തന്നെയാണെന്ന് അവരത്
വിചാരിച്ചു കഴിഞ്ഞു. വീണ്ടും നമ്മൾക്ക് അതന്നെ പറയുമ്പം ഒരു സങ്കടം എവിടെ നിന്നോ വരുന്ന. ക്ഷമയൊക്കെ നമുക്ക് ഒരുപാട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അതൊക്കെ അൽഹംദുലില്ലാ ഇപ്പൊ അതുണ്ട്. ഈ ഒരു പ്രശ്നം ഇമോഷണൽ ആയിരുന്നു. ഇവിടം വരെ ഓക്കെ. അപ്പൊ മാം പറയുന്നത് എന്തായാലും ഞാൻ അങ്ങനെ ആയി, ഇതുവരെ ഞാൻ അങ്ങനെ തന്നെ ആയി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇനി നമ്മളോട് തന്നെ ഫോർഗീവ്നെസ്സിനെ തേടുക. നമ്മളോട് ഫോർഗീവ്നെസ് പറയാം. കാരണം സോറി കേട്ടോ, ഞാൻ നിന്റെ കൂടെ നിന്നിട്ടില്ല, എനിക്കത് പറയാൻ അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് സോറി എന്ന് നമ്മളോട് തന്നെ ഫോർഗീവ് ചെയ്തിട്ട് ഇനി തൊട്ടിട്ട് നമ്മളെ ജീവിതത്തിൽ ഇനി ആരും ആയിക്കോട്ടെ അവർ സംസാരിക്കുന്ന തന്നെ പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയല്ല. അത് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് തെറ്റാണ്, അങ്ങനെ പറയുമ്പോൾ എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് ഇതായിരുന്നു, അവിടെ എന്തോ ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിൽ നല്ല കമ്മ്യൂണിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റണം. ഇതിപ്പോൾ എനിക്കിവിടെ ഇരുന്ന് പറയാൻ നല്ല രസമാണ്, കാരണം ഗാലറിയിൽ ഇരുന്നിട്ട് ഫുട്ബോൾ കാണുന്ന ആളായിട്ടാണ് ഞാനിവിടെ ഉള്ളത്. സ്വന്തം ജീവിതത്തിൽ ഇത് സംഭവിക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റില്ലേ? ആ അങ്ങനെ ഒരു അവസ്ഥ അതാണ് ഞാൻ ചെയ്യാറുണ്ട്. നമുക്ക് ദേഷ്യം പിടിച്ച് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ നിന്ന് ബൈക്ക് എടുത്ത് എവിടേക്കെങ്കിലും പോകും. പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് പൊതുവെ വന്നാൽ അല്ല, മൂടൊക്കെ അതിപ്പോ മാറിയിട്ടുണ്ടാവും. നിങ്ങൾ ആണുങ്ങളായതുകൊണ്ടാട്ടോ. അതൊരു അത് മേലിന്റെ ഒരു ഇതാണ്. പെണ്ണുങ്ങൾ അങ്ങനെ ഇറങ്ങി പോവില്ല, പെണ്ണുങ്ങൾ അത് ആ തീർത്തിട്ടേ പോവുള്ളൂ. അപ്പൊ പറയാനുള്ളതൊക്കെ പറയുന്നു, അപ്പൊ കേട്ടിരിക്കാറുണ്ട്. പറഞ്ഞ് തീർത്തിട്ട് മറ്റേ ഇറങ്ങി പോണ്ട ആള് പോയാലേ നമ്മൾ നിൽക്കുള്ളൂ, അത് വേറെ കാര്യം. 99 ഇറങ്ങി മുതലുണ്ട് പോയാലും കടമ. അപ്പൊ കുറ്റാണ്. അത് കേട്ടിരിക്കും അപ്പൊ ഞങ്ങള്. അതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്, നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് ഹെൽത്തി ആയ കോൺവെർസേഷൻ ആണ്. അതായത് ആരെയും അടിച്ചമർത്താനും അല്ല, ആരെയും മനസ്സിലായി. വലിയ ആളാക്കാനും അല്ല. നമുക്ക് എങ്ങനെ ഇത് കൊണ്ടുപോകണമെന്നുള്ള ആ ഒരു ചെറിയൊരു നൂൽപാലം പോലത്തെ ഒരു സംഭവമാണ്. അത് നമ്മൾ പഠിച്ചിരിക്കണം. അതായത് കേൾക്കണം, നന്നായിട്ട് കേൾക്കണം. അപ്പോഴാണ് നമ്മളിങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മൾ കേട്ടോണ്ട് കൊറേ കേൾക്കുമ്പോ നമ്മൾ പൊട്ടിത്തെറിക്കാൻ പോരുന്നുണ്ട് സാധാരണ. പിന്നെ നമ്മൾ ക്ഷമിച്ച് നിൽക്കാറാണ്. യെസ്. അപ്പൊ ക്ഷമ എന്ന് പറയുന്നത് മാക്സിമം ക്ഷമയുടെ ഏറ്റവും ലാസ്റ്റ് ക്ഷമ പിന്നെ നമ്മളെന്തെങ്കിലും പറയാം, കുഴപ്പമില്ല സാരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കലാണ്. അങ്ങനെ പറയാൻ പറ്റുന്നൊരു അടിപൊളിയാട്ടോ. നിങ്ങള് ക്ഷമ നശിച്ചിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങോട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സൂപ്പറാണ്, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമല്ലേ? പക്ഷെ ഞാൻ പറയട്ടെ, നമ്മൾ ആ, സൈലൻസ് 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 എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും നമുക്ക് എന്ത് തോന്നിയാലും അത് മനസ്സിന്റെ ഉള്ളിൽ കുഴിച്ചു മൂടിയിട്ട് നിങ്ങൾ അങ്ങോട്ട് ഇരിക്കണം എന്നാ പറയുന്നത്. നോ, ഓക്കെ, അങ്ങനെയല്ല, അങ്ങനെയല്ല. നമുക്ക് പറയാനുള്ളത് പറയാം, പക്ഷെ ഒരിക്കലും ഒരേപോലെ പറയരുത്. അതായത് നമ്മൾ ഒരാളെ കേൾക്കുമ്പോൾ തന്നെ ഞാനിതിന് എന്താ ഉത്തരം പറയാ, ആ അടുത്തത് ഞാൻ എന്താ ഉത്തരം, നമ്മള് ആ ഒരു ഫീൽ. തിരിച്ചു പറയുന്ന സമയത്ത് ഭാഷ ഒക്കെ മാറും. നമ്മള് ചൂടായി മൂടായിട്ട് പറയാൻ പറ്റുള്ളൂ. ദേഷ്യം പിടിച്ചിട്ട് പിന്നെ പറഞ്ഞ മനസ്സിലാവും. അതൊരു പ്രശ്നമുണ്ട്. അതിനാണ് കാംനെസ് നമ്മൾ സൈലൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. ആ ക്രൈസിസ് സിറ്റുവേഷനിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു കാംനെസ് കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നില്ലേ, അത് ഇത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമുക്കൊന്ന് സൈലൻസ് പ്രാക്ടീസ് ചെയ്താലോ? ശരിയുണ്ട്. ആക്ച്വലി നമ്മൾ സൈലൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഒരു സൗണ്ടും ഇല്ലാതെയാണ്. പക്ഷെ സംഭവം ഇതിപ്പോ നമ്മൾ ഓൺലൈൻ അല്ലേ, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ സൈലൻസിലേക്ക് ഇട്ടാലേ എല്ലാവരും വിചാരിക്കും ഈ റേഞ്ച് പോയിന്ന്, അല്ലേ? അപ്പൊ നമുക്ക് ഇപ്പൊ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്ന് വിചാരിച്ചാല് ഞാനൊരു ചെറിയൊരു മെഡിറ്റേഷൻ മ്യൂസിക് ഇടാം. അപ്പൊ എന്താണ്, എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്നും. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഔട്ടായി പോയെന്ന്. ഓക്കെ, അതുകൊണ്ട് നമുക്കൊരു കുറച്ച് നേരം ഒന്ന് സൈലൻസിൽ ഇരുന്നിട്ട് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എല്ലാവരും റെഡി ആയിട്ടിരുന്നു, സ്വസ്ഥമായിട്ടിരുന്നു, നട്ടെല്ലൊക്കെ നിവർത്തി നല്ല ബ്രീത്തിനും ബ്രീത്ത് ഔട്ടൊക്കെ എടുത്തിട്ട് ഇരിക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു സമയമായിട്ട് ഇതിനെ കാണാം.
മ്യൂസിക് കേട്ടില്ല? ഇല്ല, മ്യൂട്ടായിരുന്നു. മ്യൂസിക് സൈലന്റ് ആയിരുന്നു അല്ലേ? മ്യൂസിക് സൈലന്റ് ആയിരുന്നു. ഓക്കെ, ഇനിയിപ്പോ എന്തായാലും എല്ലാവരും സൈലന്റ് ഇരുന്നല്ലോ, അപ്പൊ കുഴപ്പമില്ല. ഞാൻ പിന്നെ ഒരു ചെറിയൊരു മ്യൂസിക് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ടു സേ ദാറ്റ് ഐ എം ഹിയർ. ഓക്കെ ഡിയർ, താങ്ക് യു ഫോർ സൈലൻസ് മ്യൂസിക് ഓഫ് സൈലൻസ് കേട്ടിട്ടുണ്ട്. അതാണോ? അതും ഒരു സംഭവമാണ്. സ്ട്രെസ്സിൽ സൈലന്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഒരു ടെസ്റ്റ് വെച്ചതാണോ? അല്ല, ഞാനൊരു ചെറിയൊരു മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അത്രയും ലോ വോളിയം ആയതുകൊണ്ടായിരിക്കും കേൾക്കാനത്. ചെറിയൊരു നമ്മള് മ്യൂസിക് കേട്ടില്ല. ഇട്ടതാണ്. പക്ഷെ അതല്ല കേട്ടോ, നിങ്ങൾ സൈലൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങൾ ആ മാത്രമുള്ള സമയത്ത് നിങ്ങൾ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കുക. ഒന്നുകിൽ ഏറ്റവും ഏർലി മോർണിംഗിൽ ആരും ഡിസ്റ്റർബ് ചെയ്യാത്തപ്പോഴും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ സൈലൻസ് പ്രാക്ടീസ് ചെയ്യാം. ഇല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും സൈലൻസ് പ്രാക്ടീസ് ചെയ്യാം. ജസ്റ്റ് എല്ലാം ഒഴിവാക്കിയിട്ട് ജസ്റ്റ് നിങ്ങളെ കൂടെ ഇരിക്കുക. അപ്പോഴും നമ്മളുടെ ചിന്തകളൊക്കെ ഇങ്ങനെ പറന്ന് വരും. ചിന്തകൾ വരുമ്പോൾ ഇതെന്താ ഇങ്ങനെ, എനിക്ക് സൈലൻസ് ആണല്ലോ വേണ്ടത്, നീ എവിടുന്നാ വന്നത് എന്നൊന്നും പറയണ്ട. അവര് വരും, വരാതിരിക്കൂല. അവര് വന്നോട്ടെ, അവര് പോയിക്കോട്ടെ, ഇറ്റ്സ് ഫൈൻ. അങ്ങനെ ജസ്റ്റ് ബ്രീത്തിങ്ങിൽ മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം, സൈലന്റ് ആയിട്ടിരിക്കുക. അപ്പോഴാണ് ശരിക്കും നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് വർക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ബ്യൂട്ടിഫുൾ ഐഡിയാസ് ഒക്കെ അപ്പോഴാണ് വരിക. ഒരുപാട് ഐഡിയ ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നുണ്ടാവും. ഓ, അത് ഇങ്ങനെ ചെയ്യാല്ലേ, ഓ ഇത് ഇങ്ങനെ ചെയ്യാല്ലേ എന്നുള്ള ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോഴായിരിക്കും. ഓക്കെ, സത്യാണ്, സത്യം. അപ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഒരുപാട് ഐഡിയകൾ കിട്ടും. എങ്ങനെയാ ഈ പ്രശ്നം. ഓക്കെ, എല്ലാവർക്കും പിടി കിട്ടിയോ? വലിയ വലിയ ഐഡിയകളൊക്കെ വരും. വലിയ വലിയ ഐഡിയാസ് ഒക്കെ വരും. അതാണ്. യെസ്, അപ്പോൾ ഇന്നത്തെ സെഷൻ വാസ് ഓൺ സൈലൻസ്. എല്ലാവർക്കും സൈലൻസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. അത് നമ്മളെ തളർത്തുകയോ വളർത്തുകയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആക്ച്വലി അത് നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിൽ പെടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന നമ്മളുടെ കോഴ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് അടുത്തത്. അത് സ്പെഷ്യലി ഫോർ ലേഡീസ് ആണ്. അപ്പോൾ ഇവിടെയുള്ള ജെൻസിന് അവരുടെ ലേഡീസ് ആയിട്ടുള്ള വീട്ടിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം. അതർവൈസ് ടുഡേസ് സെഷൻ വി ആർ വൈൻഡിങ് അപ്പ് ഹിയർ. അപ്പോൾ ഈ അൺമ്യൂട്ട് ഹർ കോഴ്സിന് നമ്മൾ 3 മാസത്തെ കോഴ്സാണ്. അപ്പം നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് പറഞ്ഞ സംഭവമാണ്, മാമേ ഇത് ഉച്ചക്കാക്കോ, ഇതിൻ്റെ സെഷൻ രാവിലെ ആക്കോ, ഇല്ല ഇതിൻ്റെ സെഷൻ രാത്രി ആക്കോ, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ്. കാരണം എനിക്ക് രാവിലെ ജോയിൻ ചെയ്യാൻ പറ്റൂല, എനിക്ക് രാത്രി ജോയിൻ ചെയ്യാൻ പറ്റൂല, കുറേ പേർക്ക് ഉച്ചയ്ക്ക് ജോയിൻ ചെയ്യാൻ പറ്റൂല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഞാനത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിനൊരു റെക്കോർഡഡ് വേർഷനായിട്ട് ഇതിൻ്റെ സെക്കൻഡ് വേർഷൻ, ഓക്കെ, സെൽഫ് പേസ്ഡ് വേർഷൻ എന്ന് പറയും, അങ്ങനെ ഒരു വേർഷൻ ഇറക്കുകയാണ്. നിങ്ങൾക്കിത് നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ പേസിൽ നിങ്ങൾക്ക് ഇതിനെ വാച്ച് ചെയ്യാം, നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം, നിങ്ങൾക്ക് ഇതിലെ ടാസ്കുകളൊക്കെ ചെയ്യാം. എവറി 2 വീക്സ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ലൈവ് സൂം സെഷൻ ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ കണ്ട വീഡിയോസിൽ, ഈ 2 ആഴ്ചയിൽ കണ്ട വീഡിയോസിൻ്റെ എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് ഇതിൽ ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൽ മനസ്സിലായതെന്നും എങ്ങനെയാണ് ആ ടാസ്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് യൂട്ടിലൈസ് ചെയ്തതും എന്നൊക്കെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനും പറയാനും ഡൗട്ട് ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ലൈവ് സെഷൻസ് ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, മോസ്റ്റ്ലി മൺഡേസ് ആൻഡ് തേഴ്സ്ഡേസ് ആയിരിക്കും. ആക്ച്വലി ആ 3 മാസത്തെ കോഴ്സിന്റെ ഒരു സെൽഫ് പേസ്ഡ് വേർഷൻ ആണ് ഇത് കേട്ടോ. സോ ആദ്യത്തെ മാസത്തിൽ നമ്മൾ സെൽഫ് മാസ്റ്ററി ആയിരിക്കും, നമ്മളെ മനസ്സിലാക്കല്, നമ്മളെ പാഷൻ മനസ്സിലാക്കല്, നമ്മളെ പർപ്പസ് മനസ്സിലാക്കല്, അങ്ങനെ നമ്മൾ ആരാണ്, നമ്മളെ ഹീൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കല്. കാരണം നമ്മൾക്ക് എപ്പോഴും കൗൺസിലർ അടുത്ത് പോയിട്ട് അയ്യോ എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്നെ ഒന്ന് കൗൺസിൽ ചെയ്യൂ എന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഹീൽ ചെയ്യാനുള്ള കുറേ ടെക്നിക്സ് ആണ് ആദ്യത്തെ മാസം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സെക്കൻഡ് മാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. ഇതേപോലത്തെ സ്ട്രെസ് മാനേജ്മെന്റും ആങ്കർ മാനേജ്മെന്റും ടൈം മാനേജ്മെന്റും ഫിനാൻഷ്യൽ മാനേജ്മെന്റും ഹാബിറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നും ഗോൾ സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ സെക്കൻഡ് മാസത്തിൽ പഠിക്കുന്നുണ്ടാവും. നിങ്ങളൊരു ലീഡർഷിപ്പ് സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. 3-ാമത്തെ മാസത്തിൽ നമ്മൾ മോർ ഓഫ് ടെക്നിക്കൽ സൈഡാണ്. അതായത് വെറുതെ ഹീൽ ചെയ്ത് കുറേ കാര്യങ്ങൾ പഠിച്ച്. എത്ര കാലമായി നിങ്ങളൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്? എത്ര കാലമായി? ഇങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതിയോ?
പോരല്ലോ. അപ്പൊ നമുക്ക് നമ്മളെ ഒരു ഏർണിംഗ് മെമ്പർ ആക്കാൻ, നമ്മളെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആക്കാനുള്ള കുറേ ടിപ്സും ട്രിക്സും ടെക്നിക്സും ആണ് 3-ാമത്തെ മാസത്തില്. അതായത് ഈ ഒരു 3 മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾ ഇന്ന് ചിന്തിക്കുന്നത് പോലെ ആയിരിക്കൂല ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് പല ഐഡിയാസും വന്നിട്ടുണ്ടാവും. നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം അതിനുള്ള ഉതകുന്ന ഒരു വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആയിട്ടുള്ള ബിസിനസ് കോച്ചാണ് 3-ാമത്തെ മാസത്തിൽ ക്ലാസ് എടുക്കുന്ന ആള്. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള AI യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, AI ടൂൾസ് നിങ്ങൾ എങ്ങനെയാ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നുണ്ടാവും. നിങ്ങൾക്ക് എങ്ങനെ ആ ബിസിനസ്സിന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞത്. അതേപോലെ ഗവൺമെന്റ് എന്തൊക്കെ ഫണ്ടിങ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നുണ്ടാവും. ഗവൺമെന്റ് തന്നെ നമുക്ക് ഒരുപാട് ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം അല്ലേ, അതൊക്കെ എങ്ങനെ എടുക്കേണ്ടതെന്ന് മനസ്സിലാകുന്നുണ്ടാവും. അങ്ങനെ ടോട്ടലി നിങ്ങളൊരു എക്യുപ്ഡ് പേഴ്സണാക്കി മാറ്റാണ് നിങ്ങളുടെ ഡ്രീം ലൈഫിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ അൺമ്യൂട്ട് ഹെറിന്റെ സെൽഫ് പേസ്ഡ് വേർഷൻ ആണിത്. ഓക്കെ, സോ ഇതിന്റെ റെഗുലർ ഫീസ് 12,000 രൂപയാണ്. ഇപ്പോൾ ഏർലി ബേർഡ് ഓഫർ നടക്കുകയാണ്. 50% ഓഫറിലാണ് നടക്കുന്നത്. 6,000 ആണ് ഇതിന്റെ 50% ഓഫർ വരുന്നത്. ആൻഡ് ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് only 5,500. ഇതൊരു സത്യം പറഞ്ഞാൽ എന്നോട് ഇപ്പൊ എത്രയോ ആൾക്കാർ പറഞ്ഞു കേട്ടോ, എന്താ നീ കാട്ടുന്നത്, നീ എന്താ ഇങ്ങനെ പൈസ കുറക്കുന്നതെന്ന്. പക്ഷെ ഞാൻ ഇത് എന്തിനാ ഇങ്ങനെ വെച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഡീൽ ചെയ്യുന്നത് ഹൗസ് വൈഫിനെ ആയതുകൊണ്ടാട്ടോ. ഇത്രയും ഓഫർ ഞാൻ വെക്കുന്നത് ബിക്കോസ് ഹൗസ് വൈഫിന്റെ കൂടെയല്ലേ ഞാനുള്ളത്. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളൊരു വരുമാനം ഉണ്ടാക്കുന്ന മനുഷ്യനായി മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു സന്തോഷം എനിക്കുണ്ടാവില്ല. ഭയങ്കര ഹാപ്പി ആയിരിക്കും ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇറസിസ്റ്റബിൾ ആയിട്ടുള്ള ഓഫറും കൊണ്ട് തന്നെ ഞാൻ വന്നിട്ടുള്ളത്. എനിക്കറിയാം എൻ്റെ സമയത്തിനും ഞാനൊക്കെ ആക്ച്വലി 2 മണിക്കൂർ പേഴ്സണൽ മെന്ററിങ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു പൈസ ആവുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഫുൾ 3 മാസത്തെ കോഴ്സ് ഈ ഒരു അമൗണ്ടിന് ഞാൻ കൊടുക്കുന്നത്, നിങ്ങൾ എപ്പോഴെങ്കിലും മീൻ ആവശ്യം ഉണ്ടാകുമോ, ഒരു മീൻ കിട്ടോ എന്ന് ചോദിച്ച് വരാൻ പാടില്ല. നിങ്ങൾക്കറിയണം ആ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ആർക്കും സിമ്പിളായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ 0 ഇൻവെസ്റ്റ്മെന്റിലായാലും നിങ്ങൾക്കൊരു പൈസ ഉണ്ട് കയ്യിൽ എന്നാലും, ഇനി നിങ്ങൾക്കൊരു പാർട്ട്ണർഷിപ്പിലായാലും എങ്ങനെയാണ് ഇതൊക്കെ സെറ്റപ്പ് ചെയ്യേണ്ടതെന്നുള്ള ഫുൾ കാര്യങ്ങളും മനസ്സിലാക്കി തരുന്ന ഒരു സൂപ്പർ ഡൂപ്പർ കോഴ്സ് തന്നെയാണിത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു ഓഫർ അവൈൽ ചെയ്യാം, ഒരിക്കലും വിട്ടുകളയരുത്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതാണ് നമ്മളുടെ അൺമ്യൂട്ട് ഹെർ കോഴ്സിന്റെ സെൽഫ് പേസ്ഡ് വേർഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും എന്തിനുള്ള AI ടൂൾസ് ആണ്? എന്തിനുള്ള AI ടൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പറഞ്ഞല്ലോ 3-ാമത്തെ മാസത്തിൽ നമ്മളൊരു ബിസിനസ് ലേഡി ആക്കിയിട്ട് മാറ്റുകയാണെന്ന്. അപ്പൊ നമ്മളൊരു ബിസിനസ് രൂപത്തിൽ നമ്മളെ ഇങ്ങനെ ഒരു ഏർണിംഗ് മെമ്പറാക്കി മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാലത്ത് AI ടൂൾസ് ഒക്കെ പഠിക്കാനുണ്ട്. അതായത് എല്ലാം കൂടി വല്ലാണ്ട് ബൊമ്പാർഡ് ചെയ്യുമെന്നല്ല, ഇതെങ്ങനെയാ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരാൾക്ക് വേണ്ടിയിട്ട് ഇമെയിൽ എങ്ങനെയാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ഇനി സപ്പോസ് സോഷ്യൽ മീഡിയ ഹാൻഡ്ലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിലെങ്ങനെയാണ് ഈ ഹുക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും AI യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ പഠിക്കണം. കാരണം AI ആണല്ലോ ഇനി മുന്നോട്ട് പോകുമ്പോൾ. അപ്പൊ അത് നമുക്കും അറിഞ്ഞിരിക്കണം. ബിസിനസ് കോച്ചിങ് മാത്രമല്ല കേട്ടോ, ആദ്യത്തെ മാസം നമ്മൾ ഹീലിംഗ് ആയിരിക്കും. കാരണം നമുക്കിപ്പോൾ ഒരു സംശയമുണ്ട്, എന്നെക്കൊണ്ട് പറ്റുമോ, ഞാൻ അത്രക്കായോ, എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ മാറ്റിക്കളയാനാണ് ഫസ്റ്റ് മാസം. ആ ഇമോഷണൽ ബ്ലോക്സ് ഒക്കെ മാറ്റല്. 2-ാമത്തെ മാസത്തിലാണ് നമ്മൾ ഈ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാം. നമ്മൾ വെറുതെ ഇങ്ങനെ തുടങ്ങിയാൽ പോരല്ലോ, നമുക്ക് അതിൻ്റെതായ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണം, നമ്മൾ എങ്ങനെയാണ് ഇതിനെ ക്രമീകരിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ഇത് സംസാരിക്കേണ്ടത്, നമ്മൾ എങ്ങനെ ഒരു സ്ട്രെസ് വന്നാൽ അത് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഇതൊക്കെ പഠിക്കാണ്ട് അത് 2-ാമത്തെ മാസം പഠിക്കും. 3-ാമത്തെ മാസം കംപ്ലീറ്റ്ലി ബിസിനസ്സിൽ എങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അതിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് ഉണ്ടാവണം, നമുക്ക് 0 ഇൻവെസ്റ്റ്മെന്റിൽ വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഇതൊക്കെ നമ്മൾ 3-ാമത്തെ മാസം പഠിക്കുന്നുണ്ടാവും. അപ്പൊ ഈ രീതിയിലാണ് ഇപ്പൊ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ലൈവ് സൂമിൽ ഇതേപോലെ ഇരിക്കുന്നുണ്ടാവും, ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, എല്ലാവർക്കും പിടി കിട്ടിയോ?
എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടോ? കേട്ടില്ല. സീനത്ത് എന്താ പറഞ്ഞേ? മൂന്നാമത്തെ മാസത്തിൽ ബിസിനസ് കോച്ചിങ് ഉണ്ട് കേട്ടോ. ഓ, അതാണോ ചോദിച്ചേ? ആരാ ചോദിച്ചത്? ഷംന മാം. ഷംന മാം എവിടെ? ഷംന മാം, മൂന്നാമത്തെ മാസത്തിൽ നമുക്കൊരു ബിസിനസ് കോച്ചും കൂടി വരുന്നുണ്ട് കേട്ടോ. വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ്. ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുന്ന ഒരു സ്ത്രീ തന്നെയാണ് കേട്ടോ. ഒരു സ്ത്രീ തന്നെയാണ്. അതാണ് നമുക്ക് ഏറ്റവും പവർഫുൾ. അവരുടെ സ്റ്റോറി തന്നെ പവർഫുള്ളാണ്. കാരണം അവരുടെ കല്യാണം കഴിഞ്ഞത് 16-ാമത്തെ വയസ്സിലാണ്. അവർക്കൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. 16-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. അപ്പൊ അവരും വിചാരിച്ചിട്ടുണ്ടാവൂലേ, എനിക്ക് എന്നെ കൊണ്ട് ഒന്നും പറ്റൂല, ഞാനിങ്ങനെ മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കാം. പിന്നെ അവർക്ക് ഒരു ഐഡിയ കിട്ടുകയാണ് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്. അപ്പൊ അവരുടെ സ്റ്റോറി തന്നെ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷണൽ സ്റ്റോറി ആയിരിക്കും. അവരാണ് നമ്മൾ ബിസിനസ് കോച്ചിങ്ങിനായിട്ട് വരുന്നത്. ഓക്കെ ഓക്കെ. ഏത് ബിസിനസ്സിലേക്കായാലും ഗവൺമെന്റ് എങ്ങനെയാ സപ്പോർട്ട് ചെയ്യേണ്ടതെന്നും നമ്മുടെ കയ്യിൽ എത്ര അമൗണ്ട് ഉണ്ടാവണം അല്ലെങ്കിൽ അമൗണ്ട് വേണ്ട എന്നൊക്കെ നമുക്ക് ഐഡിയ കിട്ടുന്നുണ്ടാവും. ഫൈൻ, എല്ലാവർക്കും ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരിക്കലും മറക്കണ്ട, ഈ ഒരു സംഭവം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. ഇന്ന് രാത്രി 12 മണിക്ക് ഉള്ളിൽ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓഫർ റേറ്റ് ആയത്. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ചോദിച്ചോളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഗ്രൂപ്പിലുണ്ടല്ലോ അല്ലേ? ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇതിനെക്കുറിച്ച് എൻക്വയറി നടത്താനോ എന്തുണ്ടെങ്കിലും അഡ്മിൻസുമായിട്ട് ബന്ധപ്പെടാം. നോ ഇഷ്യൂസ്. ഓക്കെ, അപ്പൊ ഓൺ ദാറ്റ് നോട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ അല്ലേ?